നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും തിരുവെഴുത്തുകളെ ധ്യാനിപ്പാനും കർത്താവായുസ്സിലൊരു നല്ല ദിവസം കൂടെ വേർതിരിച്ചതോർത്ത് ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്തുകയാണ്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നിന്ന് പല ഭാഗങ്ങളിലേക്കുമൊക്കെ ഇങ്ങനെ വ്യതിചലിച്ചു പോകുവാനായിട്ടിടയായി. എന്ന് വെച്ചാൽ ചില ചോദ്യങ്ങളും ചില ആശയങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതും അതിനോട് മറുപടി പറയേണ്ടതൊക്കെയായ സാഹചര്യങ്ങൾ കടന്നു വന്നിരുന്നു. ആ കാരണത്താൽ കഴിഞ്ഞ 3-4 ആഴ്ചയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ക്രൂശിൻ്റെ ശത്രുക്കൾ എന്നുള്ളൊരു വിഷയത്തിൽ നിന്ന് പതിയെ മാറിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യ സമയം തന്നെ അഗ്നിയും അന്യാഗ്നിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ കുറച്ചും കൂടെ പൂരിപ്പിക്കാനുണ്ട്. അതിനിടയിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് നമ്മൾ സംസാരിച്ച മെസ്സേജിൻ്റെ കമൻറ്റ് സെക്ഷനിൽ, അതായത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത മെസ്സേജിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരു വാത്സല്യ സഹോദരൻ ചില കാര്യങ്ങളൊക്കെ പറയാനിടയായി. അപ്പോൾ അതിന് മറുപടി പറയുകയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അങ്ങനെ മറുപടി പറഞ്ഞു വന്നെങ്കിലും അദ്ദേഹം ഉയർത്തിയ 2 ആശയങ്ങളിൽ ഒരു കാര്യത്തിൽ മറുപടി പറയാൻ കഴിഞ്ഞുള്ളൂ. മറ്റൊരു കാര്യത്തിന് അതിൽ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്താൻ സാധിച്ചില്ല. ദൈവം അനുവദിച്ചാൽ ആ കാര്യങ്ങൾ ഇന്ന് അല്പം പറയണമെന്നാണ് വിചാരിക്കുന്നത്. അതിന് മുൻപുള്ള നമ്മുടെ മെസ്സേജിൽ നമ്മൾ പരാമർശിച്ച ആശയങ്ങളെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത്. അത് പൊതുവെ ആളുകളുടെ ഉള്ളിൽ വരാവുന്ന ചില ചിന്തകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച അതിനെക്കുറിച്ച് തന്നെ പറയാനായിട്ട് പരിശ്രമിച്ചത്. മറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തൽക്കാലം പെൻഡിങ്ങിലാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിലേക്ക് കടന്നുപോയത്. അപ്പോൾ നമ്മളന്ന് പറഞ്ഞത്, കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഗൗരവമായ ഉദ്ദേശമെന്ന് പറയുന്നത് ഒരു കൂട്ടത്തെ തന്നെപ്പോലെ ആക്കി തീർക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്. അതായത് തൻ്റെ ആ സെയിം ഇമേജിലേക്ക്, അഥവാ തൻ്റെ പ്രതിമ ധരിക്കുക എന്നൊക്കെ നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നത് പോലെ മറ്റ് ചില ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാനിടയായി. എഫേസ് ലേഖനത്തിൽ നിന്നും അങ്ങനെ പല ലേഖനങ്ങളിൽ നിന്നുമൊക്കെ. അതായത് ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതുണ്ട്, പിന്നെ ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറയേണ്ടതുണ്ട്. അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഒരു ലിറ്റിൽ ക്രൈസ്റ്റ് എന്ന നിലയിൽ തന്നെ ഇവിടെ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയാകണം. അതിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത്. അതിനാണ് ഈ 66 പുസ്തകങ്ങളും 5 വിധ ശുശ്രൂഷകരും പിന്നെ സഹായകരമായ പല കാര്യങ്ങളും ഇതെല്ലാം അനുവദിച്ചിരിക്കുന്നത് നമ്മുടെ ഒരുക്കത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളെ ആ നിലയിൽ ജയാളികളായി കാണുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. സുവിശേഷങ്ങളിൽ പറയുന്ന പോലെ പിതാവ് സൽഗുണപൂർണനാണ്. പിതാവിൻ്റെ സൽഗുണപൂർണത എല്ലാം പുത്രനിലാണ് വസിക്കുന്നത്. അപ്പോൾ പുത്രനെ അറിയുക എന്ന് പറഞ്ഞാൽ പിതാവിനെ അടുത്തറിയുന്നതിന് തുല്യം തന്നെയാണ്. അതിനൊക്കെ ഉതകുന്നതായ വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണ്. ദൈവം അനുവദിക്കുന്ന പോലെ അതൊക്കെ പിന്നെയും ചിന്തിക്കാം. ആ കൂട്ടത്തിൽ തന്നെ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലെ ഗൗരവമായ വാക്യം, അതിൻ്റെ 10-ാം വാക്യം നമ്മൾ വായിച്ചിരുന്നു. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവരുടെ രക്ഷാനായകനായവനെ കഷ്ടാനുഭവങ്ങളിലൂടെയാണ് തികഞ്ഞവനാക്കി എടുത്തത്. അപ്പോൾ മനുഷ്യപുത്രനെ തികവിലേക്ക് നടത്തുവാൻ ദൈവം ചില കാര്യങ്ങളെ അനുവദിച്ചു. അതെന്തിനെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ, അല്ലാതെ മനുഷ്യപുത്രന് വേണ്ടിയിട്ടാണെന്നുള്ളതല്ല മനസ്സിലാക്കേണ്ടത്. നമ്മെ പഠിപ്പിക്കുവാനും നമ്മെ ധരിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ്. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമ്മുടെ ഏത് കാര്യങ്ങളും ഏത് അവസ്ഥകളും ഏത് അനുഭവങ്ങളും തിരിച്ചറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ കർത്താവിനറിയാത്തൊരു കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് വരികയായിരുന്നു. അല്പം ചില കാര്യങ്ങളും അതിൽ നിന്ന് പറയേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഉയർത്തിയ കാര്യമാണ്, ദൈവം മുന്നമേ ഒരു കൂട്ടം ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ട് നിത്യതയ്ക്ക് വേണ്ടി. അതായത് ലോകസ്ഥാപനത്തിന് മുമ്പ്, സകലത്തിനും അടിസ്ഥാനമിടുന്നതിന് മുമ്പ് ആ നിത്യതയിൽ തന്നെ ദൈവം ചിന്തിച്ച കാര്യമാണ്. ആ മഹാനിത്യതയിൽ തന്നെ വലുവനായ ദൈവത്തിൻ്റെ ഉള്ളിലെ നിർണയമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മേലാൽ സംഭവിക്കാനുള്ളത്. അതിലിങ്ങനെയൊക്കെയാണ് താൻ ചെയ്യാൻ പോകുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ.
അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമുക്കതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കാൽവിനിസം തന്നെയാണ് പറയുന്നത്. ചോദിച്ചപ്പോൾ അല്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ ആശയം അവിടെ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. നമുക്കതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ വചനത്തിൽ നിന്ന് നമുക്ക് അങ്ങനെയാണോ എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒത്തുകൂടിയതിന് ശേഷം ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതിൻ്റെ കമ്മ്യൂണിറ്റി ടാബിനകത്ത് ഒരു ചെറിയ ഒരു പിക്ചർ ഇട്ടിരുന്നു. ഒരു പിക്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ആ യൂട്യൂബ് ചാനലിൽ ഏതാണ്ട് 2000 മെമ്പേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയും, 2000 സബ്സ്ക്രൈബേഴ്സ് വന്നു എന്ന് കാണിക്കുന്ന ഒരു സിമ്പലാണ്. അതായത് 2K എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പലാണ്, ഒരു എംബ്ലമാണ്. അതാണ് അവിടെ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് പിന്നത്തേതിലൊരു ദേവദാസൻ ഒരു സിംഗിൾ ലൈൻ ഒരു കുറിപ്പ് എനിക്ക് അയച്ചു. അത് പോസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ എനിക്കൊരു വല്ലായ്മ തോന്നി, ഇതെന്തിനാ പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. പിന്നെ അതങ്ങ് മറന്നുപോയി. അത് കഴിഞ്ഞൊരു ദേവദാസൻ എനിക്ക് ഒരു മെസ്സേജ് അയച്ചു, ഒരു ടെക്സ്റ്റ് മെസ്സേജ്, ഒരു സിംഗിൾ ലൈൻ, ഒരു ചെറിയ സെൻറ്റൻസ്. അനേക ദൈവദാസന്മാർ ഇത്തരം മേധസ് ഭക്ഷിച്ച് അവരുടെ ജീവിതം അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന് ഒരു സൂചന. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ അത് സ്ട്രൈക്ക് ചെയ്തു. 2K സബ്സ്ക്രൈബേഴ്സ്, അത് ഇതിന് മാത്രം വലിയ സംഭവമാണോ 2K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്? അപ്പോൾ എന്തുകൊണ്ട് ഞാനതങ്ങനെ പോസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വിശകലനം ഞാൻ തന്നെ നടത്തുകയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കിയൊരു പോസ്റ്റ്മോർട്ടം നടത്തുകയാണെന്ന് വേണേൽ പറയാം. ഇതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്? ഇപ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു, കനത്ത ലജ്ജ എനിക്ക് തോന്നുന്നു. ഞാൻ തന്നെയാണോ ഇത് ചെയ്തത്? പക്ഷേ ഒരു സാധാരണ ചിന്തയാണ് എൻ്റെ ഉള്ളിൽ വന്നത്. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ഇത്ര 1000 പേര് കേൾവിക്കാരായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പുള്ള ഏതൊരു മെസ്സേജിൽ അതായത് നമ്മൾ ഈ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നൊക്കെ പറഞ്ഞ് ആ മെസ്സേജ് ഏതാണ്ട് 17,000 എബവ് ആളുകൾ കേട്ട് കഴിഞ്ഞു. 17,000 പേരും കേട്ട് കാണാനൊന്നും സാധ്യതയില്ല. പക്ഷേ അതിൻ്റെ ഡിജിറ്റൊക്കെ 17,000 പേരെന്നുള്ള ഡിജിറ്റാണ് നമുക്ക് കാണാൻ കിട്ടുന്നത്. അത് ഒന്നുകൂടെ നമുക്ക് സൂക്ഷ്മമായി പരിശോധിച്ചാൽ എത്ര സമയം ആളുകൾ കേട്ടു എന്നൊക്കെയുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അത്രയൊന്നും നമ്മൾ തുനിഞ്ഞിറങ്ങി അതിനൊന്നും പോയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. 17,000 പേരിൽ ഒരു 7,000 പേര് ചിലപ്പോൾ കേട്ട് കാണും. 10,000 പേര് തുറന്നു നോക്കി. എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് സമയം മുന്നോട്ട് പോകുമ്പോൾ ഒരു 20 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഹാഫ് ആൻ അവറിനോട് അടുത്ത സമയത്തോ മറ്റോ ആണ് ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്. വിശേഷാൽ യെശയ്യാവിൻ്റെ പുസ്തകം 54-ാം അധ്യായത്തിലെ കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടവളും ആശ്വാസമറ്റവളുമായുള്ളവേ എന്നൊക്കെയുള്ള വാക്യം വായിക്കുന്നു. അത് കഴിഞ്ഞ് 48-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലൂടെ അവൻ നമ്മെ കഷ്ടതയുടെ ചൂളയിൽ നിന്നാകുന്നു തിരഞ്ഞെടുത്തത്. ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു വരികയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ പരിശോധനകളുണ്ട്, കഷ്ടങ്ങളുണ്ടെന്നൊക്കെ ആ സന്ദർഭത്തിൽ പറയാനിടയായി. അവിടെ കാട്ടുകല്ലുകളെ വെട്ടിയെടുത്തുകൊണ്ട് വന്ന് അതിനെ ജീവനുള്ള കല്ലുകളാക്കുക, അതുമാത്രമല്ല അതിനെ തേജസ്സിൻ്റെ രത്നങ്ങളാക്കുന്ന വലിയ ട്രീറ്റ്മെൻറ്റുകളിലൂടെയാണെന്നൊക്കെ പറഞ്ഞു വരികയാണ്. ഞാൻ വിശ്വസിക്കുന്ന അത്രയും ഭാഗം വരുമ്പോൾ നിശ്ചയമായും ആളുകളത് സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഈ 21-ാം നൂറ്റാണ്ടിൽ ഇപ്പോൾ നമ്മൾ വസിക്കുന്ന ഈ ക്ലൈമറ്റിൽ എനിക്ക് തോന്നുന്നില്ല. 17,000 എന്നുള്ള ഡിജിറ്റൊന്നും എനിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അത് നിസ്സാരമുള്ളൂ, ഒന്ന് ചെക്ക് ചെയ്താൽ കിട്ടും നമുക്ക്. അത്ര ആളുകൾ ആ ടോപ്പിക്ക് കേൾക്കാൻ സാധ്യതയില്ല. നമ്മൾ ഇതുവരെ പ്രസംഗിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ടിട്ടുള്ള മെസ്സേജ് തന്നെയാണത്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ളൊരു മെസ്സേജ് പ്രസംഗിച്ച മനുഷ്യനാണ് ഈ 2K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ വിഡിതം, ആ വിവരക്കേട് ഈ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, എനിക്ക് തന്നെ എന്നോട് ലജ്ജ തോന്നുന്നു. ഇത്രയും ആളുകൾ ഇവിടെ കേൾവിക്കാരായിട്ട് വരുന്നല്ലോ, അതിൽ ഇത്രയും പേര് സബ്സ്ക്രൈബേഴ്സായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ആളുകളോടുള്ള ഒരു എന്താ പറയുക, അവരോടുള്ളൊരു സ്നേഹപ്രകടനം അത്രയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ മറ്റു പലരും വിലയിരുത്തുന്നത് അങ്ങനെ ആകണമെന്നില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെ എക്സാം ചെയ്തു. എൻ്റെ അന്തരംഗം, എൻ്റെ ഉള്ളം ഞാൻ പരിശോധിച്ചപ്പോൾ അതിലെന്തെങ്കിലും പുകഴ്ച എനിക്കുണ്ടോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രത്യേക താല്പര്യങ്ങൾ, അതിലെന്തെങ്കിലും പ്രശംസകൾ, പുകഴ്ചകൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ സീറോയാണ്, ഒന്നുമില്ല. അങ്ങനത്തെ യാതൊരു സംഭവങ്ങളുമില്ല. ഞാനിതൊന്നും മൈൻഡ് ചെയ്യുന്ന ആൾ പോലുമല്ല.
പക്ഷേ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ആളുകളോട് എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്. എൻ്റെ മുൻപിലിരിക്കുന്നവരോടും പിന്നീട് കേൾക്കുന്ന ആളുകളോടും എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ട്. ഇത്രയും മനുഷ്യരെ ഇരുത്തിക്കൊണ്ടും പിന്നീട് കേൾക്കുന്നവരെ കേൾപ്പിച്ചുകൊണ്ടും ഞാൻ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസുകൾ ചരിത്രത്തിൽ കിടപ്പുണ്ട്. അത് ഈ ആത്മമണ്ഡലത്തിലുണ്ട്. അതായത് ഞാൻ ഒരു കർത്തൃദാസനാണ്, നിങ്ങളുടെ സേവകനാണ്, ശുശ്രൂഷകനാണ്, ഞാൻ നിങ്ങളെയാണ് ശുശ്രൂഷിക്കേണ്ടത്, നിങ്ങൾ എന്നെയല്ല എന്ന് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അത് തന്നെയല്ല എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്നെ കേൾക്കുന്നവരും ഞാനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നവരുമായ ആളുകളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രഥമമായ ദൗത്യം. ആ ദൗത്യം അകത്ത് കിടന്ന് തിരത്തള്ളുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് എപ്പോഴും സംസാരിക്കുന്നത്. ചില സമയത്ത് സംസാരങ്ങൾ പരുക്കനായി മാറുന്നതും. പരുക്കൻ എന്നുദ്ദേശിച്ചത് എപ്പോഴും കമ്പാഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴും തലോടിക്കൊണ്ട് മകനെ, മകളെ, സഹോദരി എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ല. ഉത്തരവാദിത്വരാഹിത്യങ്ങൾ കാണിക്കുകയോ വചനത്തിൽ വളരാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മുഖം കറുക്കും, സംസാരത്തിൻ്റെ ശൈലിയും അതിൻ്റെ ടോണൊക്കെ മാറും. ഞാൻ തന്നെ പിന്നീട് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്, അതെന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഈ മനുഷ്യരൊക്കെ എന്നോടുള്ള സ്നേഹനിമിത്തവും കർത്താവിനോടുള്ള സ്നേഹനിമിത്തവുമാണല്ലോ അവർ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അവരോട് അങ്ങനെ പറയാൻ പാടില്ലല്ലോ അങ്ങനെയൊക്കെ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്നേഹം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ടോണൊക്കെ മാറുന്നത്. സ്നേഹമില്ലെങ്കിൽ അങ്ങനെയൊക്കെ മാറുമോ? നിങ്ങളെയൊക്കെ എപ്പോൾ ഞാൻ പോക്കറ്റ് ഇട്ടെന്ന് ചോദിച്ചാൽ മതി. പോക്കറ്റ് ഇട്ടെന്ന് മാത്രമല്ല, ഈ ഇന്നത്തെ കാലത്ത് ആളുകൾ ഊറ്റുന്നത് പോലെ ഊറ്റിക്കൊണ്ടും പോവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ലോകത്തല്ല നമ്മളായിരിക്കുന്നത്, വ്യത്യസ്തമായ ഒരു ലോകത്താണ്. ഞാൻ എന്തിനാ ഇപ്പോൾ ഇത് പറഞ്ഞതെന്ന് മനസ്സിലായോ? ഇത്രയും ക്രൂശ് പ്രസംഗിക്കുകയും കത്തുന്ന യാഗപീഠം നിങ്ങളുടെ കൺമുമ്പിൽ വെക്കുകയൊക്കെ ചെയ്തിട്ട് ആ ഭോഷത്ത് ഞാൻ തന്നെ ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വീണ്ടും ഞാൻ പറയുന്നത്, ജാഗ്രതയുള്ളവരാകുക. ഈ പ്രസംഗിക്കുന്ന എനിക്ക് തന്നെ അതൊക്കെ സാധാരണ അനേക പാസ്റ്റർമാർ ചെയ്യുന്ന കാര്യമാണ്. ഒരു പാസ്റ്റർമാരൊക്കെ ഉള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഉണ്ട്. അതിലൊരു ഉപദേശി എപ്പോഴും ഇങ്ങനെ തൻ്റെ പ്രസംഗമൊക്കെ കൊണ്ടുപോയിട്ടിട്ട് അതിനിടയിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയും. അപ്പം ഞാനതിൻ്റെ അഡ്മിൻ സഹോദരനോട് ഇടയ്ക്ക് പറയാറുണ്ട്, അങ്ങനെയുടെ ചെവിക്ക് പിടിക്കുകയോ അങ്ങനെയുടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യേ. ഇതിന് മാത്രം ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞ് അലമുറയിട്ട് കരയേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഒരു കാര്യമില്ല. സഹോദരങ്ങളെ, നമ്മൾ അങ്ങനത്തെ വാക്കുകളൊന്നും ഒരിക്കലും ഉപയോഗിക്കാറില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ, ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള ആളുകളെല്ലാം സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്തിട്ട് പോയാലും, ഇപ്പോൾ ജൂൺ മാസമാണ്, ഇത് കഴിഞ്ഞ് ജൂലൈ വരും. സബ്സ്ക്രൈബേഴ്സ് പോയെന്ന് പറഞ്ഞാലും വന്നെന്ന് പറഞ്ഞാലൊന്നും ജൂലൈക്ക് മാറ്റം ഉണ്ടാകില്ല. അത് കഴിഞ്ഞ് ഓഗസ്റ്റും വരും, എല്ലാം വരും. ഈ ഭൂമിയിൽ ഋതുഭേദങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. മനുഷ്യൻ ജനിക്കുകയും ചെയ്യും, മരിക്കുകയും ചെയ്യും, സകല കാര്യങ്ങളും സംഭവിക്കുകയും ഒടുക്കം കർത്താവും വരും. അതെല്ലാം ആസിറ്റീസ് നടക്കേണ്ടതുപോലെ നടക്കും. അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സോ കേൾവിക്കാർ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മൾ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ നാവായി നിൽക്കുക, അത്രയേ ഉള്ളൂ. നമ്മളൊരു സമർപ്പണത്തിൽ നിൽക്കുകയാണ്. ഞാൻ പണ്ട് കാലത്ത് വായിച്ചിട്ടുള്ള ഒരു വായന പോലെ, അതായത് ഡി.എൽ. മൂഡിയുടെ ഉള്ളിൽ വന്നൊരു ചിന്തയാണ്, മറ്റൊരുവന് ചവിട്ടി നിൽക്കാൻ പാകത്തിന് താനൊരു പാതകമായി, ഒരു ചെരിപ്പായി തീരുകയാണ്. അപ്പോൾ അതിൽ കർത്താവ് തന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. അത് ഒരു ഗൗരവമായ ചിന്തയാണ്. ആ ചിന്ത എന്നും എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. ഞാനെന്ന് പറയുന്നത് ഒരു വെസലാണ്. ആ വെസൽ, അതായത് ഇവിടെ പറഞ്ഞാൽ ഒരു ചെരുപ്പ് എന്നുള്ള രീതിയിൽ എടുക്കാം. ആ ചെരുപ്പിൽ ചവിട്ടി നിന്നുകൊണ്ട് ജീവനുള്ള ദൈവം, വലുവനായ ദൈവം തന്നെയാണ് സംസാരിക്കുന്നത്. വലുവനായ ദൈവം തൻ്റെ ദാസന്മാരിലൂടെ സംസാരിക്കും, അവരുടെ അധരങ്ങളിലൂടെ സംസാരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാധാരണയായി പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ദൈവവചനം അറിയാവുന്ന ദൈവദാസന്മാരൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗത്തിൻ്റെ പിന്നിൽ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊന്നും കേൾക്കാത്തത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊന്നും ഒരിക്കലും കേൾക്കില്ല. കാരണം ജീവനുള്ള ദൈവമാണ് അവരിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ നാവായി നിലകൊള്ളുകയാണ്. അതിൻ്റെ പിന്നിൽ വാദ്യവൃന്ദങ്ങളോ അകമ്പടികളോ ഒരു പരിപാടികളും ദൈവം അനുവദിക്കുന്നില്ല. ദൈവവചനത്തിനകത്ത് അങ്ങനെ ഇല്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളൊരു പഠനമുണ്ടല്ലോ, അതിപരിശുദ്ധ സ്ഥലത്ത് പെട്ടകം ഇരിക്കുന്നു, പെട്ടകത്തിന് മുകളിൽ കൃപാസനത്തിൻ്റെ മുകളിൽ അടിപ്പുമണിയായിട്ട് 2 കെരൂബുകളിരിക്കുന്നു. കെരൂബുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താ? കെരൂബുകൾ ദൈവത്തിൻ്റെ വാഹനമാണ്, ദൈവത്തിൻ്റെ സിംഹാസനമാണ്. പിന്നെ അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ആ കെരൂബുകളുടെ നടുവിൽ നിന്നാണ് ദൈവശബ്ദം പുറപ്പെടുന്നത്. ആ ദൈവശബ്ദം മോശ കേട്ടിട്ട് പുറത്തു വന്ന് ജനത്തോട് സംസാരിക്കുകയാണ്. ശുശ്രൂഷകനായ മോശ ആ ശബ്ദം കേട്ട് ജനത്തോട് സംസാരിക്കുകയാണ്. ഈ പുതിയ നിയമ കാലയളവിൽ ആ പെട്ടകവും കൃപാസനവും ഇതെല്ലാം
അതായത് കെരൂബുകൾ എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യമാണ്. കെരൂബുകൾ ദൈവത്തിൻ്റെ സിംഹാസനമാണ്. ഞാനാകുന്ന മന്ദിരത്തിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം സിംഹാസനസ്ഥനായിരിക്കുകയാണ്. ഇവിടെ നിന്ന് ദൈവശബ്ദം പുറപ്പെടുകയാണ്. ശുശ്രൂഷകളിലൂടെ ആ ദൈവശബ്ദം ജനത്തിലേക്ക് പ്രവഹിക്കുകയാണ്. ജനം ആ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവം ഒന്ന് ഭാവന കണ്ടേ, ഒരു നിമിഷം ഒന്ന് ഭാവന കണ്ടേ. അവിടെ ഓർഗൻ വെച്ചുകൊണ്ട് ഇരപ്പിക്കാൻ പറ്റുമോ? അവിടെ ഓർഗനും കൊണ്ട് ആരെങ്കിലും കടന്നു പോകാൻ പറ്റുമോ? അതൊക്കെ ആരാധന എന്നുള്ളൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വിസ്തരിച്ച് നോക്കുന്നതാണ്. ഇസ്രായേലിൻ്റെ ഗായക സംഘവും കാര്യങ്ങളും ഒക്കെ പ്രാകാരത്തിന് വെളിയിൽ അല്ലെങ്കിൽ വാതിലിന് വെളിയിലാണ് അവരൊക്കെ നിൽക്കുന്നത്. അവർക്ക് നിൽക്കാവുന്ന സ്പേസ് ഉണ്ട്, അവിടെ മാത്രമേ നിൽക്കാൻ കഴിയൂ. അകത്തേക്കൊന്നും കടക്കാൻ കഴിയില്ല. അകത്തേക്ക് പോകുന്ന പുരോഹിതന്മാരാണ്. അവരുടെ കൂട്ടത്തിലോ അവരുടെ കഴുത്തേലൊന്നും ഓർഗനൊന്നും കെട്ടിത്തൂക്കിയിട്ടിട്ടില്ല. അത്ര ഭയഭക്തിയോടുകൂടിയാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ ദൈവവചന ശുശ്രൂഷ എന്ന് പറയുന്നത് അത്ര ഭയഭക്തിയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത്ര ഭയഭക്തിയിൽ, ദൈവ സാന്നിധ്യത്തിൽ, ആത്മാവിലാണ് ശുശ്രൂഷിക്കേണ്ടത്. അത് കേൾവിക്കാരുടെ ആത്മാവിൽ സ്പർശിക്കണം. അവരുടെ മനസാക്ഷിയെ ടച്ച് ചെയ്യണം. അതായത് അവരുടെ മനസാക്ഷിയെ കുത്തണം എന്നുള്ളതാണ് വേറൊരു പര്യായം മലയാളം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആ ശുശ്രൂഷകളുടെ ഒരു രീതി. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മുൻപോട്ട് പോകുമ്പോഴാണ് ഈ 2K സബ്സ്ക്രൈബേഴ്സിനെ പൊക്കിക്കൊണ്ട് ഞാനെന്ന് പറയുന്ന മനുഷ്യൻ ഈ പബ്ലിക് ഡൊമൈനിലേക്ക് വന്നത്. അത് തികച്ചും സങ്കടകരമായി പോയി സഹോദരങ്ങളെ. അത് ഞാൻ എൻ്റെ പരാജയം, എൻ്റെ തോൽവി നിങ്ങളുടെ മുമ്പാകെ വെക്കുക. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളും ഞെട്ടിക്കണം. കാരണം നിങ്ങളിൽ പലരെയും ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. അതായത് നമുക്ക് നമ്മളെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ അനുവാദമില്ല കേട്ടോ. അതിനൊന്നും അനുവാദമുള്ള ആളുകളല്ല നമ്മൾ. വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ഓർത്തോണം. വിളിക്കപ്പെട്ടവർ ഒത്തിരിയുണ്ട് ദൈവരാജ്യത്തിൽ. അതിൽ നിന്ന് തിരഞ്ഞെടുപ്പ് എല്ലാവരും തിരഞ്ഞെടുപ്പ് പ്രാപിക്കുന്നവരല്ല. അതിൽ തന്നെ ആ തിരഞ്ഞെടുപ്പ് പ്രാപിക്കുന്നവർ വിശ്വസ്തരാണ്. ഞാനിന്ന് ചിലർക്കൊരു കുറിപ്പ് അയച്ചു. അതിൽ തിരഞ്ഞെടുപ്പ് പ്രാപിക്കുന്നവരും എന്ന് കഴിഞ്ഞിട്ട് പിന്നെ വിശ്വസ്തർ ചുരുക്കമായിരിക്കുമെന്നുള്ള ഒരു തരത്തിലാണ് എഴുത്തു വന്നിരിക്കുന്നത്. അങ്ങനെയല്ല, ആ തിരഞ്ഞെടുപ്പ് പ്രാപിക്കുന്നവരാണ് വിശ്വസ്തർ. അവരാണ് ഓവർകമേഴ്സ്. അവർ വിശ്വസ്തരാണ്. എല്ലാവരും വിശ്വസ്തരല്ല. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ ഭക്തന്മാർ കുറഞ്ഞു പോവുകയാണ്, വിശ്വസ്തന്മാർ ഇല്ലാതെ പോവുകയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ പറയപ്പെട്ട പണിയപ്പെടലിനും ഒരുക്കപ്പെടലിനും ഒക്കെ വിധേയമാകുന്ന ആ ഒരു ജനം, അത്തരക്കാർ, അവരെ സംബന്ധിച്ച് അവരൊരു മൈനോറിറ്റിയാണ്. ചെറിയൊരു കൂട്ടമാണ്, ഒരു ശേഷിപ്പാണ്. ചെറിയ കൂട്ടം തന്നെയായിരിക്കും ആ ശേഷിപ്പ്. അപ്പം അത്തരക്കാരാണ് സിംഹാസനത്തിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു നിലയിലേക്ക് വരുമ്പോൾ അനുദിനം നമ്മൾ ക്രൂശ് കൺമുമ്പിൽ വെച്ചിരിക്കുകയാണ്. നമുക്കങ്ങനെ മറ്റ് പല കാര്യങ്ങളിലും പുകഴാനോ പ്രശംസിക്കാനോ കഴിയില്ലെന്ന് പറഞ്ഞതിൻ്റെ സാരം, നമുക്ക് മറ്റ് പല കാര്യങ്ങളിലും പുകഴാനോ പ്രശംസിക്കാനോ ദൈനംദിനം നമ്മെ തന്നെ പ്രദർശിപ്പിക്കാനൊന്നും അനുവാദമില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം മനസ്സിലായോ? വലിയ ലക്ഷ്യങ്ങളാണ് മുൻപിലുള്ളത്, വലിയ ലക്ഷ്യങ്ങൾ. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതം ആരംഭിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലായിരുന്നു സഹോദരങ്ങൾ. തുറന്നു പറയുകയാണ്. ജനറലായിട്ട് പെന്തിക്കോസ്തി വന്നു. അതായത് രക്ഷ, നിത്യത, സ്വർഗത്തിൽ പോകണം, നരകത്തിൽ പോകാൻ താല്പര്യമില്ല, ശിക്ഷാവിധി എന്നൊക്കെ ഒഴിയണം, ഇങ്ങനത്തെ ചിന്തകളൊക്കെ ആയിട്ട് ദൈവത്തെ സേവിച്ചും പാട്ടുപാടി ആരാധിച്ചും കൊടുക്കേണ്ടത് കൊടുത്തും വാങ്ങിയൊക്കെ അങ്ങനെ നമ്മളങ്ങ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ ഈ ഗൗരവമായ സ്റ്റെപ്പുകൾ, ക്രിസ്തീയ ജീവിതത്തിലെ ഗൗരവമായ സ്റ്റെപ്പുകളൊന്നും നമ്മുടെ മുമ്പാകെ കടന്നു വന്നിരുന്നില്ല അന്നത്തെ കാലത്ത്. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ശുശ്രൂഷകർ, അതായത് വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് ഒത്തിരി പേരെ പരിചയപ്പെടുമല്ലോ. പോരാത്തതിന് ഞാനൊരു ബിസിനസ് ലോകത്ത് നിന്ന് വന്ന ആളായതുകൊണ്ട്, ഒരു വ്യവസായി ആയിരുന്നു എന്നുള്ളതുകൊണ്ട് ഒത്തിരി പേരെന്നെ പരിചയപ്പെടാൻ ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്, ശുശ്രൂഷകരൊക്കെ തന്നെ. ഞങ്ങൾ അറിഞ്ഞു ബ്രദർ ഇങ്ങനെ വിശ്വാസത്തിൽ വന്നു എന്നൊക്കെ ഉള്ളത്, സന്തോഷം, വളരെ നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഷെയ്ക്കാൻഡ് തന്നിട്ടുണ്ട്. അങ്ങനെ ഷെയ്ക്കാൻഡ് തന്നവരും തലകുലിക്കിയവരും കൈകുലിക്കിയവരും ഒക്കെ ആയ ഒത്തിരി പേരുണ്ട്. അവരിൽ പലരും ഈ സാധാരണ മട്ടിൽ പ്രസംഗിക്കുന്ന ആൾക്കാരാണ്. അതിലപ്പുറം ഒന്നും കടന്നുപോയവരൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അവരുടെ ലൈഫിലേക്കൊക്കെ സൂക്ഷിച്ച് നോക്കുമ്പോൾ അത്ര സീരിയസ് ആയ കാര്യങ്ങളായിട്ടൊന്നും പലതും തോന്നിയിട്ടില്ല. പക്ഷെ ഞാനൊരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ മുന്നോട്ട് വന്നു, അവരെ പോലെ ഒരാളായിട്ട് മുന്നോട്ട് സഞ്ചരിച്ചു. എന്നാൽ കാലക്രമത്തിൽ വചനം വെളിപ്പെട്ട് വന്നപ്പോൾ, അങ്ങനെ വചനം വെളിപ്പെട്ട് ഓരോരോ കാര്യങ്ങൾ തുറന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് അടങ്ങിപ്പോവുകയാണ്. ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് അവനായിട്ട് ജീവിക്കാൻ അനുവാദമില്ല. ഒരു ശുശ്രൂഷകന്
അവനായിട്ട് ജീവിക്കാൻ അനുവാദമേ ഇല്ല. അപ്പോൾ വിശ്വാസികൾക്കും ഇല്ല. പക്ഷെ എല്ലാ വിശ്വാസികളും അത് അംഗീകരിക്കില്ല. അവർ വേറെ വാക്യങ്ങൾ തപ്പും, വേറെ പലതും തപ്പി ആയുസ് തീർത്ത് കളയും. അപ്പോൾ അങ്ങനെ അവർ പുതിയ ഭൂമിയിലേക്ക് എത്തപ്പെടാൻ സാധ്യതയുണ്ട്, പുതിയ ഭൂമിയിലേക്ക് എത്തപ്പെടും. അതേസമയം ഈ ശുശ്രൂഷകൻ്റെ തോളൊപ്പം നിൽക്കുന്ന, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ട, അതായത് ഈ ശുശ്രൂഷകന്മാരുടെ, ഉപദേഷ്ടാക്കന്മാരുടെ, അപ്പോസ്തലന്മാരുടെ തോളൊപ്പം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒപ്പത്തിനൊപ്പം. സമാഗമന കൂടാരത്തിൻ്റെ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന 48 പലകയ്ക്കും തുല്യ നീളവും തുല്യ വീതിയുമാണ്. അതിനകത്ത് ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവരും കർത്താവിൻ്റെ വിശ്വസ്തരായ വിശുദ്ധന്മാരെല്ലാം അതിനകത്തുണ്ട്. അതെല്ലാം കൂടെ കൂടുന്ന ഒരു സംഘമാണല്ലോ ആ പറയുന്നത്, കർത്താവിൻ്റെ മണവാട്ടി എന്ന് പറയുന്നത്. ഈ ഭൂമിയിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു കൂട്ടം ആൾക്കാരെ വേർതിരിച്ചിട്ടുണ്ട് സഭയെ ഒരുക്കുക എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ തന്നെ അവർ ആടുകൾ തന്നെയാണ്. ശുശ്രൂഷകന്മാരെല്ലാം ആടുകളാണ്. സഭയെന്ന് പറയുന്ന സംഘത്തിനകത്ത് മുഴുവനും ആടുകളാണ്, എല്ലാം ആടുകളാണ്. ആ ആടുകളെ എല്ലാം പരിപാലിക്കുന്ന ഇടയശ്രേഷ്ഠനാണ്. അതേസമയം ചിലർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. അതിന് മറു സൈഡിൽ നിന്ന് ഇങ്ങനെയും കാണണം, എല്ലാവരും കർത്താവിൻ്റെ ആടുകളാണ്, എല്ലാവരും ആ ഒരുക്കം പ്രാപിക്കണം, എല്ലാവരും ആ പണിയപ്പെടലിന് വിധേയമാകണം. ഇതൊക്കെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് അവൻ മരിച്ചവനല്ലേ, അവൻ ദിവസേന മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവനായിട്ട് ജീവിക്കാൻ കഴിയുമോ? ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. കാലങ്ങളൊക്കെ ഒത്തിരി കഴിഞ്ഞിട്ട് അതൊക്കെ കേട്ടത്. മലയാളക്കരയിൽ നിന്ന് പിന്നീട് ഞാൻ ബാംഗ്ലൂർ വന്നു വലിയൊരു മെഗാ ചർച്ചിൻ്റെ ഒരു സൈഡിൽ ഒരു അന്തേവാസിയായിട്ടാണ് എത്തപ്പെട്ടത്. അങ്ങനെ അവിടെ അന്തേവാസിയായിട്ട് നിൽക്കുന്ന കാലത്ത് അവിടെ പിന്നെ ഒന്നുമില്ല. അവിടെ മൊത്തത്തിൽ ഇങ്ങനെ ചാടുക, തുള്ളുക, മറിയുക, പിന്നെ എന്താ ഈ പന്നം പിടിച്ച നോട്ടുകളൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോയിട്ട് നല്ല നോട്ടുകളൊക്കെ നമ്മിലേക്ക് വരുന്നത് പോലത്തെയുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ മെഗാ ചർച്ചുകളെല്ലാം നമ്മൾ കേൾക്കുന്നത്. അതിന് പകരം ഇപ്പോൾ പറഞ്ഞ പോലത്തെ സെൻറ്റൻസുകളൊന്നും അവിടെ ഒന്നും ഒരിക്കലും കേൾക്കാൻ കഴിയില്ല. എങ്കിലും അവിടെയൊക്കെ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അള്ളിപ്പിടിച്ചങ്ങ് കിടക്കുക, എന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അവർ അള്ളിപ്പിടിച്ച് അവിടെ കിടക്കട്ടെ. എനിക്കേതായാലും അള്ളിപ്പിടിച്ച് കിടക്കാനായിട്ട് തോന്നിയില്ല. വിലപ്പെട്ട സത്യങ്ങളിലേക്ക് വലിയവനായ ദൈവം എന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്നു. അപ്പോൾ അത്ര ഗൗരവമാണ് ഒരു ശുശ്രൂഷാ ജീവിതം. അപ്പോൾ വിശ്വാസ ജീവിതവും ഗൗരവമാണ്. ഞാൻ എനിക്കായി തന്നെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവസന്നിധിയിൽ കുറ്റകരമാണ് സഹോദരങ്ങളെ. അതൊരു വചനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നിയമത്തിൻ്റെ വയലേഷനാണത്. 2 കൊരിന്ത്യർ ലേഖനം 5:14-15 നിങ്ങൾ വയലേറ്റ് ചെയ്യുകയാണ് നിശ്ചയമായും. 2 കൊരിന്ത്യർ ലേഖനം 5:14-15 വയലേറ്റ് ചെയ്യുകയാണ്. എത്രയോ കാലങ്ങളായി നമ്മൾ പറയുന്ന വാക്യങ്ങളാണ് അതൊക്കെ. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ വാക്യം മുന്നോട്ട് വരികയാണ്. അതൊക്കെ എത്രയോ ആവർത്തി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വാക്യം അന്നും അങ്ങനെ തന്നെ മാറോട് ചേർത്ത് പിടിച്ച് അങ്ങനെ തന്നെ ഏറ്റെടുത്ത് ആ വാക്യപ്രകാരം മുന്നോട്ട് പോയേക്കാമെന്ന് ചിന്തിക്കുന്നവർ ഇതിനകത്ത് ഇപ്പോൾ എത്ര പേര് കാണുമെന്ന് എനിക്ക് സംശയമാണ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരിൽ 2 കൊരിന്ത്യർ ലേഖനം 5:14-15 ബഹുമാനം കൊടുത്തുകൊണ്ട് സല്യൂട്ട് ചെയ്യുന്നവർ ഇതിനകത്ത് എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ ഒരു ഗ്യാരണ്ടി പറയാൻ കഴിയില്ല. വചനത്തെ സ്നേഹിക്കുന്നവരല്ല, കർത്താവിനെയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവരാ. പക്ഷേ 2 കൊരിന്ത്യർ 5:14-15 അങ്ങനെ ചില വാക്യങ്ങൾ പുറത്തേക്ക് എടുത്തിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ തലമുടി നാര് കീറിക്കഴിഞ്ഞാൽ വലിയ പാടാ പാസ്റ്ററെന്നാണ്. അങ്ങനെ ഗ്യാരണ്ടി പറയാനായിട്ട് കഴിയുന്നില്ല സഹോദരങ്ങളെ. ആരെങ്കിലുമൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചോ? കുറച്ച് ആൾക്കാർ വരാറുണ്ടല്ലോ, മഴയാണേലും മഞ്ഞാണേലും ഒക്കെ. പലരുമൊക്കെ പല വഴിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിലും കുറച്ച് ആൾക്കാർ എത്ര മഞ്ഞാണേലും മഴയാണേലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ആ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ തീർത്തങ്ങ് പറയാനായിട്ട് അങ്ങ് കഴിയുന്നില്ല, അകം സമ്മതിക്കുന്നില്ല. അങ്ങനെ തീർത്ത് പറയണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരും. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചേക്കാം. എന്തിനാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും മനസ്സിലാകില്ലല്ലോ വാക്യത്തിൻ്റെ ഒരു ഗൗരവം എന്താണെന്ന്. 2 കൊരിന്ത്യർ ലേഖനം 5:14-15 ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്കായിട്ട് ഇനി ജീവിക്കാൻ കഴിയില്ലെന്നുള്ളൊരു തിരിച്ചറിവിലേക്കല്ലേ വരുന്നത്.
അപ്പോൾ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെന്നൊക്കെ പറയുന്നതോ? അങ്ങനെ ഒത്തിരി വിഷയങ്ങളില്ലേ? ഇനി ഗലാത്യ ലേഖനം കൂടെ ചേർത്ത് വെച്ച് പറഞ്ഞാലോ? ഈ വാക്യത്തോട് ചേർത്ത് വെക്കേണ്ടതാണ്. ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രയെന്ന്. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്നെ തന്നെ പ്രദർശിപ്പിക്കാനോ, എന്നെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഇന്നൊരു സാരി ഉടുത്തു, രാവിലെ ആ സാരിയുടെ ഫോട്ടോ ഞാൻ പ്രസിദ്ധം ചെയ്യുന്നു, ഉച്ച കഴിഞ്ഞ് വേറൊരു സാരി ഉടുക്കുന്നു. അതിൻ്റെ സാരി മാത്രമല്ല, മറ്റേ കൂട്ടരെയും ഈ ആണുങ്ങളെ ആ കൂടെ കൂട്ടിക്കോ, പറഞ്ഞപ്പോൾ അങ്ങ് മുൻഗണന തന്നേ ഉള്ളൂ. രണ്ട് കൂട്ടരെയും ചേർത്ത് വെച്ചാൽ പറയുന്നത്, അല്ല ഒരാൾ മാത്രമല്ല. അപ്പോൾ അങ്ങനെ പല ആംഗിളുകളിൽ നിൽക്കുന്നു, പല പോസ്റ്റുകളിൽ നിൽക്കുന്നു. അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യുകയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ. കണ്ടോ 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 കണ്ടോ, എൻ്റെ ഈ സൈഡ് കണ്ടോ, എൻ്റെ ആ സൈഡ് കണ്ടോ, എൻ്റെ അത്രയും കൂടി ഞാനങ്ങ് നിർത്താം. അപ്പോൾ അങ്ങനെ കണ്ടോ കണ്ടോ എന്ന് പറഞ്ഞ് അപ്പോൾ കാണാൻ മറ്റുള്ളവരെ കാണിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ, ഇതൊക്കെ അടക്കി വെക്കണം. അടക്കി വെക്കുന്നവരാണ് സിംഹാസനത്തിലേക്ക് പോകുന്നത്. ലോകത്തിലുള്ള എല്ലാവർക്കും കാണിക്കാം, ലോകത്തിലുള്ള എല്ലാ നസറാണികൾക്കും എന്തും കാണിക്കാം, ലോകത്തിലുള്ള എല്ലാ പെന്തിക്കോസുകാർക്കും എന്ത് വേണേലും കാണിക്കാം. പക്ഷേ വിളിയെക്കുറിച്ച് തിരിച്ചറിവുള്ളവരും ആ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും ഒരുക്കത്തെക്കുറിച്ചും ഒക്കെ ഉത്തമ ബോധ്യമുള്ളവരെ സംബന്ധിച്ച് അവർക്ക് മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ബാധകമാകുന്നത്. അല്ലാത്തവർക്ക് എന്തും കാണിക്കാം, എങ്ങനെ വേണേലും ജീവിക്കാം, നോ പ്രോബ്ലം. സൗരങ്ങളെ തെറ്റിദ്ധരിക്കരുത് കേട്ടിട്ട്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെയൊന്നും ആരും ഇവിടെ അപഹരിക്കില്ല, അങ്ങനെ പേടിക്കൊന്നും വേണ്ട ആരും. എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാം. പക്ഷെ ഒരു ചെറിയ കൂട്ടം ആൾക്കാർ മനഃപൂർവ്വമാണത്. അവർ ബലിപീഠം കണ്ടിട്ട്, ബലിപീഠം എന്ന് പറഞ്ഞാൽ സമർപ്പണം എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. പഴയ നിയമത്തിൽ ആ ബലിപീഠം, നമ്മളെ സംബന്ധിച്ചിപ്പോൾ ബലിപീഠമൊന്നും ഇരിപ്പില്ലല്ലോ. അത് വിളിച്ചു പറയുന്ന ആത്മീയ അർത്ഥങ്ങളുണ്ടല്ലോ. വരിക, ക്രൂശിക്കപ്പെടുക എന്നുള്ളതാണ്. വരിക, സമർപ്പിക്കുക എന്നുള്ളതാണ്. മാതൃകാപുരുഷൻ ബലിപീഠത്തിൽ കിടപ്പുണ്ട്. ദൈവകുടുംബത്തിലെ ആദ്യജാതൻ. ഇവിടെ ഇപ്പം ഞാൻ ഏകജാതൻ്റെ കാര്യമല്ല പറയുന്നത്, ആദ്യജാതൻ്റെ കാര്യമാണ്. ദൈവകുടുംബത്തിലെ ആദ്യജാതൻ റോൾ മോഡലായിട്ട് ബലിപീഠത്തിൽ കിടക്കുകയാണ്. സമ്പൂർണ്ണമായും അംഗപ്രത്യംഗം ബലിപീഠത്തിലാണ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-13 വാക്യങ്ങളൊക്കെ വായിച്ചാൽ അതിന് ഉത്തരങ്ങൾ കിട്ടും. അപ്പോൾ റോൾ മോഡലായ മാതൃകാപുരുഷനായ ക്രിസ്തു സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആ കാഴ്ച നമ്മൾ കാണുകയാണ്. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് എന്താന്ന് പുകഴാനുള്ളത്? എന്താ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നും കാണിക്കാനുമില്ല, ഒന്നും പറയാനുമില്ല. കണ്ണ് ശരിയായ രീതിയിൽ തുറക്കാത്ത പെന്തിക്കോസ്ത് ലോകത്തുള്ള ആളുകൾ ധാരാളമുണ്ട്. കണ്ണ് തുറക്കുന്നതിനെക്കുറിച്ച് നമ്മൾ 2 പ്രധാന വാക്യങ്ങളെടുത്താണ് വിശദീകരിക്കാറ്. കൊരിന്ത് ലേഖനത്തിലെ വാക്യം എടുത്തിട്ട് പറയുമ്പോൾ മുഴുവൻ ലോകത്തിലുള്ള ആളുകളും അന്ധന്മാരാണെന്ന് പറയും. സകലരും അന്ധന്മാരാണ്, നമ്മളും അന്ധന്മാരായിരുന്നു. ആ അന്ധതയിൽ നിന്ന് നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു, പുത്രൻ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കണ്ണ് തുറക്കപ്പെട്ടവരായി മാറി. എന്നാൽ ആ തുറവി എന്ന് പറയുന്ന ഒരു സമ്പൂർണ്ണ തുറവിയൊന്നും അല്ല. അതായത് മിനിമം വെളിപ്പാടുകളിൽ നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു പ്രാകാരാനുഭവം, ഒരു ശൈശവാനുഭവം, അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് ലീഗ പറയുന്നത്, ഇനിയും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, അധികമായി പ്രകാശിക്കണം. അങ്ങനെ പ്രകാശിക്കുമ്പോഴാണ് കൺമുമ്പിൽ ഈ കാഴ്ചകളെല്ലാം കാണുന്നത്. കാഴ്ചകളെല്ലാം കണ്ടു കഴിയുമ്പോൾ, കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിയുമ്പോൾ പ്രകാശിക്കുമ്പോഴാണ് അകത്തളങ്ങളിലേക്ക്, ദൈവിക പദ്ധതികളിലേക്ക്, ദൈവിക കാര്യപരിപാടികളിലേക്കൊക്കെ വെളിച്ചം വീശുകയാണ്. അങ്ങനെ ആ വെളിച്ചം വീശുമ്പോൾ കാണുന്ന കാഴ്ചകൾ നമ്മെ വലിച്ചടിപ്പിക്കും ആ വെളിപ്പാടുകളിലേക്ക്. അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് നമ്മെ തന്നെ നോക്കാനോ, രാവിലെ ജാന്തും കൺമൺചിയും തൂക്കാനോ, അല്ലെങ്കിൽ അവിടെ വെട്ടി ഒതുക്കാനോ, ഇവിടെ വെട്ടി ഒതുക്കാനോ, അങ്ങോട്ട് ചരിച്ചിടാനോ, ഒരു 15 എണ്ണം മുറിച്ചിങ്ങനെ കണ്ണിൻ്റെ താഴേക്കൂടെ ഇങ്ങനെ താഴേക്ക് ഇടാനോ അതിനൊന്നും സമയമില്ല. എണ്ണിപ്പിടിച്ചിടണമല്ലോ ഒരു 15 എണ്ണം. അപ്പോൾ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര സമയം പോകുന്നു? 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുറിച്ചൊക്കെ താഴേക്ക് ഇടണം. ഇതിനൊക്കെ സമയം പോവും. അപ്പോൾ അതിനൊന്നും അവർക്ക് സമയമില്ല, അത്രക്കാർക്ക് സമയമില്ല. അവരെ സംബന്ധിച്ച് അവരുടെ മുമ്പിൽ വചനം വെളിപ്പെടുകയല്ലേ. അവർ തന്നെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിലേക്ക് തങ്ങളെ തന്നെ അങ്ങ് ചേർത്ത് കെട്ടുകയാണ്. ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. യാഗപീഠം എന്ന് പറഞ്ഞാൽ എന്താ? ക്രൂശാണ്, ബലിപീഠമാണ്, ക്രൂശാണ്. ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനാണ് ഞാൻ. അങ്ങനെ ക്രൂശിക്കപ്പെട്ട ക്രൂശിൻ്റെ അനുഭവത്തിലൂടെ ക്രൂശും ചുമ്മിക്കൊണ്ട് പോകുന്ന ആളുകൾ, അവർ നേരെ നടന്നു കയറുന്ന സ്ഥലമാണ് സിംഹാസനം. ഒരുക്കപ്പെട്ടവരായി സിംഹാസനത്തിലേക്ക് അവർ വരികയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യപരിപാടിക്ക് വിളിക്കപ്പെട്ട ഒരു ഉപദേശി 2K സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പ്രസൻറ്റ് ചെയ്തത് ലജ്ജാകരമായിപ്പോയി. ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ നിങ്ങളിൽ ചിലരൊക്കെ ഇത് കേൾക്കുമ്പോൾ ഓർക്കണം, കൂടെ
നമ്മളെ തന്നെ പ്രദർശിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യപരിപാടികളുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കൊള്ളണം. പ്രശംസയ്ക്കോ പുകഴ്ചയ്ക്കോ വേണ്ടി ഞാൻ അങ്ങനെയൊന്നും കാര്യത്തിനല്ല ചെയ്തത്. ആണെങ്കിൽ പോലും മറ്റു മനുഷ്യർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഒരു സാഹചര്യമായില്ലേ അത്. പൊതുവിൽ എല്ലാവരും ചെയ്യുന്നതാണ്. കണ്ടോ, ഞങ്ങൾ ഗോൾ അടിച്ചിരിക്കുന്നു, ഞങ്ങളിത് വിൻ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുന്നു, ഞങ്ങൾ ഈ പടിക്കെട്ട് വരെ കയറിയിരിക്കുന്നു, കണ്ടോ കണ്ടോ കണ്ടോ, എല്ലാവരും കണ്ടോ, ഞങ്ങൾ ചില്ലറ പുള്ളികളൊന്നുമല്ല, ഞങ്ങൾ വലിയ പ്രസംഗിയാണ്, ഞങ്ങളുടെ പ്രസംഗമൊക്കെ ഭയങ്കര കേമമാണ്, ഞങ്ങൾ വലിയ ആളുകളാണ് എന്നൊക്കെ നാട്ടുകാരെ അറിയിക്കാനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അത് കാണുന്ന വേറൊരു ശുശ്രൂഷകൻ എന്തായിരിക്കും തോന്നുന്നത്? ഓ മൈ ഗോഡ്, ഈ പാസ്റ്റർ വലിയ പാസ്റ്ററാണ്, ഇങ്ങനെ വലിയ പുള്ളിക്കാരനാണ്, ഇങ്ങനെയുടെ പ്രസംഗം കേട്ടിട്ട് ആളുകൾ ഇങ്ങനെ ഇടിച്ചിടിച്ച് കയറി വരികയാണ്. ഇപ്പോൾ 2000 വന്നിരിക്കുന്നു, അപ്പോൾ ഇത് പുള്ളിയെ പ്രദർശിപ്പിക്കുന്നത് ഇനി 4000 വരാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ അവർ തിരിതിരിക്കും. അവർ ഉടനെ അങ്ങനത്തെ ആഗ്രഹത്തിലേക്കും താല്പര്യത്തിലേക്കും പോയി കഴിഞ്ഞാൽ അവരെ ഒരു തെറ്റായ വഴിയിലേക്ക് ഞാൻ തള്ളിയിടുകയല്ലേ. കത്തുന്ന യാഗപീഠത്തിൽ ചേർത്ത് കെട്ടിവെച്ച മനുഷ്യനാണ് ഇങ്ങനത്തെ ഭോഷത്വം ചെയ്തത്. തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് വേറെ ആശയങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നുമില്ല സഹോദരങ്ങളെ, അങ്ങനത്തെ ഇടപാടുകളൊന്നുമില്ല. സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന സ്വാഭാവികമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് ഞാനും വിശ്വാസ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചൊക്കെയുള്ള എല്ലാവരുടെയും പോലത്തെ ചിന്തകളുണ്ടായിരുന്നയാളാണ്. ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പോഴും നല്ല നിലയിൽ ശുശ്രൂഷിക്കണം, പേരെടുക്കണം, 4 ആളറിയണം, പിന്നെ വിദേശത്തും സ്വദേശത്തും ഒക്കെ സഞ്ചരിച്ച് പിന്നെ തിരക്കുള്ള ഒരു പ്രഭാഷകനായി മാറണം. അതൊക്കെ എല്ലാവരെയും പോലെ ഞാനും ചിന്തിച്ചിരുന്നയാളാണ്. ഇന്ന് അങ്ങനത്തെ എല്ലാ ആഗ്രഹങ്ങളും ചാമ്പലായിപ്പോയി. അങ്ങനത്തെ ഒരു ചിന്തകളുമില്ല. കർത്താവ് അനുവദിച്ചാൽ, അവിടെ നിന്ന് അനുവദിച്ചാൽ മാത്രമേ വായ് തുറക്കാൻ കഴിയൂ. അവിടെ നിന്ന് വചനം തന്നെങ്കിൽ മാത്രമേ സംസാരിക്കാൻ കഴിയൂ. അവിടെ നിന്ന് അയച്ചെങ്കിൽ മാത്രമേ പോകാൻ കഴിയൂ. അതല്ലാതെ മുൻകാലത്തുമാണെങ്കിൽ വിദേശത്തൊക്കെ പോയ സമയത്ത് ഇന്നു വരെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ആരെയും ഫോൺ ചെയ്യുകയോ ഒരാളോടും ഞാൻ ഈ രാജ്യത്ത് വന്നിട്ടുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, മീറ്റിങ്ങുകൾ തരപ്പെടുത്താൻ പറ്റുമോ എന്നൊന്നും ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. അന്നെല്ലാം എന്നെ പിടിച്ചു നിർത്തിയ വചനങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് വരികയാണ് പത്രോസ് അങ്ങനെ വന്ന് യോപ്പയിൽ വന്ന് തബീതയെ ഉയർപ്പിച്ചിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് താൻ അവിടെ തോൽക്കൊല്ലനായ ശീമോൻ്റെ വീട്ടിൽ ഒരു മനുഷ്യനറിയാത്ത നിലയിൽ അവിടെ പാർക്ക് ചെയ്യുകയാണ്. തോൽക്കൊല്ലനായ ശീമോൻ്റെ വീട്ടിൽ തൻ്റെ ഇമെയിലോ ഇൻസ്റ്റഗ്രാമോ പിന്നെ എന്നൊക്കെയാ ട്വിറ്ററോ അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇതൊന്നും ഒരു മനുഷ്യന് കൊടുത്തില്ല പത്രോസ്. താൻ അവിടെ ധ്യാനത്തിലായിരുന്നു, വചനധ്യാനത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. അധ്യായം 10 കേട്ടോ, അധ്യായം 10. അതിന് പുറകിൽ 6-ാം അധ്യായം. 6-ാം അധ്യായത്തിൽ പത്രോസ് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങൾ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉച്ചിരിക്കുമെന്ന്. തോൽക്കൊല്ലനായ ശീമോൻ്റെ വീട്ടിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉച്ചിരിക്കുകയാണ്. അപ്പോഴാണ് വെളിപ്പാട്, ഗംഭീരമായ വെളിപ്പാട്. സെയിം ടൈമിൽ തന്നെ പ്രാർത്ഥിക്കുന്ന മറ്റൊരു മനുഷ്യൻ കൊർനെല്ലിയോസ്, അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ദൈവദൂതൻ ഇറങ്ങി വന്ന് പറയുകയാണ്, പ്രാർത്ഥിക്കുന്ന മനുഷ്യനായ പത്രോസിനെ വിളിച്ചു വരുത്തി നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിപ്പാനുള്ള കാര്യങ്ങളെല്ലാം അവൻ പറഞ്ഞു തരും, അവനിൽ നിന്ന് കേൾക്കുക എന്ന് പറയുകയാണ്. കൊർനെല്ലിയോസ് അതനുസരിച്ച് പത്രോസിനെ ആളയച്ച് വിളിച്ചു വരുത്തുകയാണ്. ലൊക്കേഷൻ മാപ്പൊക്കെ കൊടുക്കുകയാണ്, ദൂതൻ കൊടുക്കുകയാണ്, കൃത്യമായി ലൊക്കേഷൻ മാപ്പ് കൊടുക്കുകയാണ്. ഇന്നതുപോലെ കൃത്യമായും അദ്ദേഹത്തിൻ്റെ ബാല്യക്കാർ അവിടെ ചെന്ന് അദ്ദേഹത്തെ കണ്ടുപിടിച്ചു, കൂട്ടിക്കൊണ്ടുവന്നു. ഗംഭീരമായ പ്രസംഗം. ശതാധിപനായിരുന്ന കൊർനെല്ലിയോസിനെ സഹസ്രാധിപനാക്കി മാറ്റുമെന്ന് ഒന്നും പറഞ്ഞില്ല. അയ്യോ, പ്രസംഗം കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ഈ ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുന്ന കാര്യമാണ് പറയുന്നത്, അല്ലേ? അങ്ങനെയല്ലല്ലോ, അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യം അപ്പം ഞാൻ പറഞ്ഞപ്പോൾ അത് 17-ാം അധ്യായത്തിലെ വാക്യമായിപ്പോയി. സമാനമാണ്, അത് പൗലോസ് പറഞ്ഞ കാര്യമാണ്. പത്രോസ് പറയുമ്പോഴും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പത്രോസ് എന്താ പറഞ്ഞത്? അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അങ്ങനെയല്ലേ? അതിന് തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ, അതായത് നസറായനായ യേശു ക്രിസ്തു തന്നെ ഏത് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അതിനായിട്ടുള്ള അഭിഷേകം ഞങ്ങളുടെ മേൽ തന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകം സകല ലോകത്തോടും പറയാനുള്ള സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. നിരപ്പിൻ്റെ വചനം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ആ നിരപ്പിൻ്റെ വചനം പറഞ്ഞ് ഞാനിതാ ഇവിടെ വന്നിരിക്കുന്നു. അങ്ങനെ വന്ന്
കൈശരയിലുള്ള കൊർനെല്യോസിൻ്റെ വീട്ടിൽ സുവിശേഷം അറിയിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന പത്രോസിനെ തേടി പ്രാർത്ഥിക്കുന്ന കൊർനെല്യോസിൻ്റെ ബാല്യക്കാർ വന്ന് കൂട്ടിക്കൊണ്ടുവരുന്നു, ദൈവിക സന്ദേശം കൈമാറുന്നു. ഇതാണ് എല്ലാ കാലത്തും ഞാൻ അനുവർത്തിച്ചിരുന്നതും ഗ്രഹിച്ചിരുന്നതുമായ കാര്യം. ഇതിനെ ഒരിക്കലും വയലേറ്റ് ചെയ്തിട്ടില്ല. ഈ കാര്യത്തെ ഒരിക്കലും വയലേറ്റ് ചെയ്തിട്ടില്ല. ദൈവദൂതന്മാരെ സാക്ഷി വെച്ച് ദൈവ സാന്നിധ്യത്തിലിരുന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. അങ്ങനത്തെ ആഗ്രഹങ്ങളും അങ്ങനത്തെ മോഹങ്ങളൊന്നും ഇല്ല സഹോദരങ്ങളെ. ദൈവമാണ് ഒരുവനെ കരങ്ങളിലെടുക്കുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിലൊക്കെ ഏർപ്പെട്ട സമയത്ത് പല സഹോദരങ്ങൾക്കും അറിയാം, ചിലരൊക്കെ ഇതിനകത്ത് അത് കേട്ടവരുണ്ട്. ആ സമയത്ത് യാഗപീഠത്തിൻ്റെ ധ്യാനവും വർണ്ണനകളൊക്കെ വന്ന സമയത്ത് യാഗപീഠം ഗൗരവമായ പ്രസംഗ വിഷയം. എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ ഇതിനകത്തുള്ള ഒരു ചെറിയ കൂട്ടത്തെ മാറ്റിമറിച്ച ഒരു സന്ദേശമാണത്. ന്യൂസിലാൻഡിലുള്ള നമ്മുടെ പ്രാദേശിക സഭ, ആ സഭയോടുള്ള ബന്ധത്തിലാണ് ആ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യപ്പെട്ടത്. അവിടെയുള്ള സഹോദരന്മാർ പിന്നീട് പറഞ്ഞത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുള്ളത്, അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു സബ്ജക്റ്റായിരുന്നു ബലിപീഠം അഥവാ ഓൾട്ടർ. കാൽവറിയിലെ യാഗപീഠം, കാൽവറിയിലെ ക്രൂശ് തങ്ങളുടെ ജീവിതത്തെ സമൂലമായി മാറ്റിമറിച്ചെന്ന്. ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയോ അത് കേട്ടവരുണ്ട്. അങ്ങനെ മാറ്റിമറിക്കലിനോ മറിയപ്പെടലിനോ വല്ലതൊക്കെ വിധേയമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അവരവർ തന്നെ ചിന്തിച്ചു കൊള്ളട്ടെ. അപ്പോൾ അത്ര സീരിയസ് ആയ ഒരു കാര്യമായിരുന്നു അന്ന് അതൊക്കെ പറഞ്ഞത്. വലിയ ഗൗരവമായ കാര്യം. ആ യാഗപീഠത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന 5 ഉപകരണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 5 ഉപകരണങ്ങൾ. യാഗപീഠത്തിൽ ശുശ്രൂഷയ്ക്ക് കടന്നു വരുന്ന പുരോഹിതൻ തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന 5 ഉപകരണങ്ങളെക്കുറിച്ച് നമ്മളവിടെ വർണ്ണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളവിടെ ധ്യാനിച്ചിട്ടുണ്ട്. ആ 5 ഉപകരണങ്ങളും അവരുടെ പാളയം മൂവ് ചെയ്യുമ്പോൾ, ക്യാമ്പ് മൂവ് ചെയ്യുമ്പോൾ ഈ യാഗപീഠത്തിനകത്ത് വെച്ചിട്ടാണ് മൂടുന്നത്. എന്നുവെച്ചാൽ യാഗപീഠത്തിൻ്റെ അകം പൊള്ളയാണ്. അതിനകത്തേക്ക് ഈ ഉപകരണങ്ങൾ എടുത്തു വയ്ക്കും. 5 എണ്ണം വെക്കില്ല, 4 എണ്ണേ വെക്കുകയുള്ളൂ. കാരണം ഒരെണ്ണം എപ്പോഴും പുറത്തായിരിക്കും. ഇതിലെ ഒരു ഉപകരണം എപ്പോഴും പുറത്തായിരിക്കും. അത് കാണിക്കുന്നത് എന്താ? പന്തിരുവരുടെ നടുവിൽ നിന്ന് പത്രോസ് എഴുന്നേറ്റ് നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ 11 പേരും പിന്നണിയിലുണ്ട്. സ്തോത്രം ചെയ്തുകൊണ്ട് അവർ പിന്നിലുണ്ട്. അവർ ക്രൂശിൽ മറഞ്ഞിരിക്കുകയാണ്, അവർ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ് ശുശ്രൂഷയ്ക്കായിട്ട്. അതാണ് അതിൻ്റെ പിക്ചർ. ബാക്കിയെല്ലാം അതിനകത്ത് ഇരിക്കും. ഈ 5 ഉപകരണങ്ങളും 5 വിധ ശുശ്രൂഷകരെയാണ് കാണിക്കുന്നത്. ജനറലായി പറഞ്ഞ ശുശ്രൂഷകരെ കാണിക്കുന്നു, കർത്താവിൻ്റെ വേലക്കാരെ കാണിക്കുന്നു. അപ്പം എന്താ, കർത്താവ് ഒരുവനെ പുറത്തു കൊണ്ടുവരികയാണ്. അവനെ പുറത്തു കൊണ്ടുവന്നിട്ട് അവനെ കരങ്ങളിലെടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ അയ്യോ അങ്ങനെ എന്നെ പ്രസംഗിക്കുന്നത്, ഇങ്ങനെ എന്നെ പ്രാർത്ഥിക്കുന്നത്, അങ്ങനെ എന്നെ പ്രവചിക്കുന്നത് എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. തുല്യ ഉത്തരവാദിത്വമാണ്. പ്രസംഗിക്കുന്നയാൾക്ക് എന്ത് ഉത്തരവാദിത്വമുണ്ട്? സെയിം ഉത്തരവാദിത്വമാണ് പിന്നിലിരിക്കുന്ന 11 പേർക്കും. സെയിം ഉത്തരവാദിത്വമാണ്. കാരണം അവർ ഒരേ ആത്മാവിൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരല്ലേ. ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാ. ഈ വ്യക്തി അല്ലല്ലോ, പത്രോസ് അല്ലല്ലോ പ്രസംഗിക്കുന്നത്. പത്രോസാണ് പ്രസംഗിക്കുന്നതെന്ന് ആരാ പറഞ്ഞത്? പത്രോസ് അല്ല പ്രസംഗിക്കുന്നത്. പത്രോസിനൊരു മഹത്വം പുകഴ്ച അതിലൂടെ ലഭിക്കാനും പോകുന്നില്ല. പത്രോസിലൂടെ ശുശ്രൂഷിക്കുന്ന കർത്താവ് തന്നെയാണ്. ഇപ്പം ഈ 5 വിധ ശുശ്രൂഷകരുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും, ഈ 5 വിധ ശുശ്രൂഷകരെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിലും പുതിയ നിയമസഭയെ ശുശ്രൂഷിക്കുന്ന യേശു ക്രിസ്തുവാണ്, അല്ലാതെ 5 വിധ ശുശ്രൂഷകരൊന്നും അല്ല. അതിന് വലിയ ആത്മീയ അർത്ഥമുണ്ട്. 5 വിധ ശുശ്രൂഷകർക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നല്ല പറയുന്നത്. പുതിയ നിയമസഭയെ ശുശ്രൂഷിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവാണ്. തൻ്റെ ആട്ടിൻകൂട്ടത്തെ താനാണ് പരിപാലിക്കുന്നത്. ഈ 5 വിധ ഉപകരണങ്ങളോ അവരെ കർത്താവ് കരങ്ങളിൽ ഉപയോഗിക്കും. ടൂൾസാണ് അവർ, വെറും ടൂൾസാണ് അല്ലേ. മേസ്തിരിയുടെ കയ്യിലിരിക്കുന്ന ഉളി, കൊട്ടുവടി, ചുറ്റിക, പിന്നെ അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ മേസ്തിരിയുടെ കയ്യിലിരിക്കുന്ന, ആശാരിയുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളാണ്. നമ്മളാരും ഉളിയും ചുറ്റികയും കൊട്ടുവടിയും ഒന്നും നമ്മളാരും പുകഴ്ത്താറുമില്ല. കൊള്ളാം, ഞങ്ങളുടെ വീട് പണിത് തന്നതിനായിട്ട് സ്വത്രം, ചുറ്റിക എന്നൊന്നും നമ്മൾ പറയാറില്ലല്ലോ. മേസ്തിരിക്കാണ് പ്രശംസ മുഴുവനും. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന അർത്ഥം എന്താ? പത്രോസിന് എന്നാ പ്രശംസ കിട്ടാനാ? ഒരു കുന്തവും കിട്ടാനില്ല, അതൊന്നും കിട്ടാനില്ല. ഈ 11 പേർക്ക് എന്നാ കിട്ടും, അത് പത്രോസിനും കിട്ടും, അത്രേ ഉള്ളൂ. ഇവർ 12 പേരും ഒരുമിച്ചൊരു ശുശ്രൂഷയിലായിരിക്കുകയല്ലേ. ഇതാണ് പുതിയ നിയമ ശുശ്രൂഷയുടെ ഒരു മാനദണ്ഡം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്താ? സഹോദരങ്ങളെ, ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലവും ചരിത്രവും പിന്നിൽ നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു, ഈ മെസ്സേജ് ആരംഭിക്കുന്നതിന് മുമ്പ് 2K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒന്ന് പറഞ്ഞേരെ, ഒരു 2-3 മിനിറ്റ്സ് എടുത്ത് ഒന്ന് പറഞ്ഞേരെന്ന്. ½ an hour കൂടുതലായി. 2-3 പറഞ്ഞിട്ട്
അത് വേറെ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് പുതിയ നിയമ ശുശ്രൂഷയിലേക്കും പുതിയ നിയമ വിശുദ്ധന്മാരുടെ സമർപ്പണത്തിലേക്കും ഒരുക്കത്തിലേക്കും അവരുടെ ആ ഒരു ജാഗരണത്തിലേക്കും ഒക്കെ മെസ്സേജ് കയറിപ്പോയിട്ടുണ്ട് ഇപ്പോൾ അല്ലേ. ഇതിനകത്ത് ചലഞ്ചുകളുണ്ട്, വെല്ലുവിളികളുണ്ട്. ചുമ്മാ സാധാരണ പ്രസംഗമൊക്കെ നമ്മൾ പലതും ഒത്തിരി കേട്ടിട്ടുണ്ടായിരിക്കാം. അതുപോലെയല്ലത്. ഈ പറഞ്ഞു വന്നതൊക്കെ വില കൊടുക്കേണ്ട വിഷയങ്ങളാണ്, ഗൗരവമായ വിഷയങ്ങളാണ് പറഞ്ഞു വന്നത്. വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരിലേക്ക് ഇന്ന് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റു ചില കാര്യങ്ങൾ കയറി വരുന്നു. അങ്ങനെ ആ പ്രകാശിച്ചു വരുന്ന കാര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ പെൻഡിങ് എടുക്കാനായിട്ട് പറ്റില്ലല്ലോ നമുക്ക്. അങ്ങനെ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ആ കയറി വരുന്ന കാര്യങ്ങൾ ഗൗരവമായ കാര്യങ്ങളാണ്. ആ കാര്യത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കണമല്ലോ. എത്തി നോക്കുക എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ അതേ പ്രതിമ ധരിക്കുക, അതേ സ്വരൂപത്തിലേക്ക് എത്തപ്പെടുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ്. സങ്കടകരമായ കാര്യം, ആ മെസ്സേജൊന്നും അധികം പേര് കേട്ടിട്ടില്ല കേട്ടോ. എനിവേ എന്തു ആകട്ടെ, കേൾക്കുമോ കേൾക്കാതിരിക്കുമോ, നമ്മളേതായാലും പറയാനുള്ളത് പറഞ്ഞു. അത് നമ്മൾ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഓർത്തു പോവുക. ഇസ്രായേൽ ജനം വിളിക്കപ്പെട്ട ജനമാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. പഴയ നിയമ പശ്ചാത്തലത്തിലാണ് കേട്ടോ പറയുന്നത്, പുതിയ നിയമ പശ്ചാത്തലത്തിലോ സഭയോടുള്ള ബന്ധത്തിലല്ല പറയുന്നത്. ഞാൻ അവരെ മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവന്ന കാര്യമാണ് പറയുന്നത്. മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവന്നു, ചെങ്കടലും വിഭാഗിച്ച് മരുഭൂമിയിലൂടെ മുൻപോട്ട് കൊണ്ടുവന്നു. അവിടെ നിന്ന് പുറപ്പെട്ടു വന്ന സമയം മുതൽ അവർ മേഘത്തിൻ കീഴിലായിരുന്നു. മേഘത്തിൻ കീഴിൽ സഞ്ചരിക്കുകയാണ്. ദൈവത്തിൻ്റെ ദൂതൻ അവർക്ക് അകമ്പടി സേവിക്കുന്നുണ്ട്. ദൈവിക കാര്യപരിപാടിയുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവരെക്കുറിച്ച് ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 4-ഓ 5-ഓ അവിടെയുള്ളൊരു വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഈ സഞ്ചാരത്തിൽ അവരുടെ വസ്ത്രം പിഞ്ഞിപ്പോയിട്ടില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞിട്ടില്ല. അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് അവരോടുള്ള ബന്ധത്തിൽ. ഇതേ കാര്യം തന്നെ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലും ഈ അടുത്ത് എഴുതിയിട്ടുണ്ട്. അവരുടെ വസ്ത്രം പിഞ്ഞിപ്പോയിട്ടില്ല, അവരുടെ ദാഹത്തിന് ദാഹജലം കൊടുത്തു, അവരുടെ വിശപ്പിന് മന്ന കൊടുത്തു, അവരുടെ ദാഹത്തിന് ദാഹജലം, രഫീദീമിലെ പാറ പിളർക്കപ്പെട്ട് അവർക്ക് ദാഹജലം കൊടുത്തു. അങ്ങനെ വഴിയാത്രയിൽ അവർക്ക് വേണ്ടുന്നതായ എല്ലാ കരുതലും അവർക്ക് കൊടുത്തു. ഇപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നതിനകത്ത് ഈ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും ഈ അതേ പ്രതിമ ധരിക്കാൻ വെമ്പലുള്ളവരും എന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ മറിഞ്ഞു കിടപ്പുണ്ട്. ധാരാളം പേര് ദൈവരാജ്യത്തിലുണ്ട്. നമുക്കറിയാം എത്രയോ വിശ്വാസികളെ നമ്മൾ പരിചയപ്പെടുന്നു, എത്രയോ പേരെ പരിചയപ്പെടുന്നു. ഇങ്ങനെയുള്ള സീരിയസ് ആയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി തിരക്കുണ്ട് പിന്നെ വരാൻ കേട്ടോ എന്ന് പറഞ്ഞ് ഓടുന്ന എത്രയോ സഹോദരന്മാരുണ്ട്. അവരൊന്നും ഇരുന്ന് തരില്ല. അവരെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് ഇസ്രായേലിനെ കുറിച്ചും പിന്നീട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുള്ള ഒരു സന്ദർഭത്തെയും ഓർമ്മ വരുന്നത്. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതായത് ഈ ജനം ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം വലിയവനായ ദൈവം പ്രൊവൈഡ് ചെയ്തു. ഒരു 2-3 വർഷം പിന്നിൽ ഞാൻ ഈ കാര്യം ചെറുതായിട്ട് നിങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട്. ഈ യാത്രയിൽ അവർക്ക് വേണ്ടുന്നതായ എല്ലാം പ്രൊവൈഡ് ചെയ്തില്ലേ. എല്ലാ ദിവസവും പൊഴിയുന്ന മന്ന അവർ പ്രഭാത സമയത്ത് ശേഖരിക്കും. അങ്ങനെ ശേഖരിച്ച് അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നടത്തും. അതൊക്കെ നമുക്കറിയാം. അതിൽ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗൗരവമായൊരു അധ്യായമാണ് പുറപ്പാട് ദിവസം 32-ാം അധ്യായം. 32-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് കാളക്കുട്ടി ഉണ്ടാക്കിയത്. പുലർകാല ഹോമയാഗമൊക്കെ നടത്തി അഹ്റോൻ ആൻഡ് ടീം, വർഷിപ്പ് ടീമൊക്കെ ഉണ്ട്. ഭയങ്കര നൃത്യങ്ങളാൽ വർഷിപ്പും ആരാധനയും ബലിയും പരിപാടിയും ഒക്കെ നടത്തി. അങ്ങനെ കാളക്കുട്ടിയെ രംഗത്ത് കൊണ്ടുവന്ന ആരാധന ആ കാര്യം നടത്തുന്ന അന്ന് തന്നെ, അതായത് ഈ കാളക്കുട്ടി ഉണ്ടാക്കി അന്ന് പ്രഭാതത്തിലും മന്ന പൊഴിഞ്ഞു. ആ മന്ന പെറുക്കിയിട്ടാണ് കാളക്കുട്ടി ഉണ്ടാക്കിയത്. അയ്യോ 10 മിനിറ്റോടെ കഴിഞ്ഞവന്മാർ കാളക്കുട്ടി ഉണ്ടാക്കും, ഈ ഗുണം പിടിക്കാത്തവന്മാർക്ക് ഞാനിന്ന് മന്ന പൊഴിക്കില്ല എന്നൊന്നും തമ്പുരാൻ പറഞ്ഞില്ല. കാരണം അവൻ മനുഷ്യനല്ല, അവൻ ദൈവമാകൊണ്ട്, വിളിച്ചിറക്കിയ ദൈവമാകൊണ്ട് മന്ന പൊഴിഞ്ഞു. അന്ന് രാവിലെയും മന്ന പൊഴിഞ്ഞു. അവർ മന്ന ഭക്ഷിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി അവർ ദൈവത്തെ പലപ്പോഴായിട്ട് പരീക്ഷിച്ചു. 10-ലധികം തവണയാണ് നമ്മൾ പരീക്ഷ കാണിക്കുന്നത്. ഇസ്രായേൽ വലിയവനായ ദൈവത്തെ പരീക്ഷിച്ചെന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. ദൈവത്തെ കോപിപ്പിക്കുമാർ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്തു. ഈ ചെയ്ത സമയത്തെല്ലാം മന്ന പൊഴിഞ്ഞുകൊണ്ടിരുന്നു. എന്തിനാപ്പോൾ ഇത് പറഞ്ഞെന്നറിയാവോ? ഒരു ശരാശരി ക്രൈസ്തവ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവം കേൾക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവം നടത്തി തരും. അതുകൊണ്ട് ദൈവം നമ്മിൽ പ്രസാദിച്ചു എന്ന് വിചാരിക്കരുത്. നമ്മൾ കാണിക്കുന്ന ഭോഷത്തരവും മണ്ടത്തരങ്ങളും ഒത്തിരിയുണ്ട്. എല്ലാ കാര്യങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നില്ല.
അതിൻ്റെ ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പുറത്തെടുത്തത്. അത് പറയാൻ ഇതിലും നല്ല വേറൊരു കാര്യമില്ല അല്ലേ? ഏറ്റവും മനോഹരമായൊരു കാര്യമാണിത്. ഇതിനെയൊന്ന് പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവന്ന് ക്ലിയർ ചെയ്താൽ ഓക്കെ ആവും. അതിലേക്ക് വരാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, എല്ലാ ദിവസവും മന്ന പൊഴിഞ്ഞിരുന്നു, എല്ലാ ദിവസവും ആ കൃപയൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോയി, പ്രാർത്ഥന ദൈവം കേട്ടു എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? ദൈവം കരുതി, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ദൈവം പ്രസാദിച്ചൊരു ജീവിതമാണോ? ദൈവം പ്രസാദിച്ചൊരു ജീവിതമാണോ? തുടക്കത്തിൽ എന്ത് പറഞ്ഞ് ഞാൻ മുന്നോട്ട് വന്നത്, ഈ 2K സബ്സ്ക്രൈബേഴ്സും ബലിപീഠവും ക്രൂശും ഒക്കെ പറഞ്ഞ് അതൊക്കെ കണ്ട് അതൊക്കെ ധ്യാനിക്കുകയും അതൊക്കെ പറയുകയൊക്കെ ചെയ്ത കൂട്ടത്തിൻ്റെ നടുവിലെ ശുശ്രൂഷകൻ തന്നെ ഭോഷത്വം ചെയ്തെന്നാണ് ഞാൻ ഈ പറയുന്നത്. അത് ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഞാൻ തന്നെയാണ്. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോഴാണ് ദൈവപ്രസാദം ലഭിക്കുമാറുള്ള കാര്യങ്ങൾ. അതിൻ്റെ പേര് ദൈവം എന്നോട് കോപിക്കുന്ന കാര്യമൊന്നും അല്ലത്. പക്ഷെ ഞാൻ കടത്തി പറയുകയാണ്, ഗൗരവമായിട്ട് തന്നെ പറയുകയാണ്. ഓരോ കാര്യവും വിശുദ്ധന്മാർ ഗൗരവമായി എടുക്കണം, വളരെ ഗൗരവമായിട്ട് എടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ചെറിയ കാര്യം പോലും സൂക്ഷ്മമായി പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില കരുതലുകളും ചില പ്രാർത്ഥനകളൊക്കെ കേട്ടെന്ന് കരുതി നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ദൈവത്തിന് പ്രസാദം ഉണ്ടാകണമെന്ന് അർത്ഥമില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ എല്ലാ മേഖലകളിലും പ്രസാദം ഉണ്ടാകണമെങ്കിൽ ഞാൻ 2-3 കാര്യങ്ങൾ വേറെ പറയാം. അപ്പോൾ ഇസ്രായേലിൻ്റെ ആ ചരിത്രം അറിയാവുന്നവർ ഇതിനകത്തുണ്ട്, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ വാക്യം വായിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കുക, 3-ാം അധ്യായത്തിൽ ഇസ്രായേൽ യോർദാൻ കടന്നു, മരുഭൂമി താണ്ടി യോർദാൻ കടന്നു, മറുകരയെത്തി ഗിൽഗാലിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അങ്ങനെ ഗിൽഗാലിലെത്തിയ ആ ഒരു സമയം, അവിടെയാണ് ഈ 5-ാം അധ്യായത്തിലെ വാക്യം നമ്മൾ വായിക്കാൻ പോകുന്നത്. വായിച്ചാട്ടെ. അവർ ദേശത്തെ വിളവ് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയതുമില്ല. ആ ആണ്ട് അവർ കനാൻ ദേശത്തെ വിളവ് കൊണ്ട് ഉപജീവിച്ചു. ഈ കാര്യങ്ങൾ അറിയാവുന്നവരും ഈ വാക്യങ്ങൾ വായിച്ചിട്ടുള്ളവരും ഇവിടെ ഉണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണെങ്കിലും, ഒരു പക്ഷേ ഇതിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും ഈ കാര്യം അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഇന്നത് പറയുകയാണെന്ന് വിചാരിച്ചുകൊള്ളുക. അവർക്ക് വേണ്ടി. കാരണം ചില നിമിഷങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ, സമയം കളയണ്ടെന്നൊക്കെ വേണേൽ ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു സഹോദരനോ സഹോദരിക്കോ ഈ കാര്യം അറിയില്ലെങ്കിൽ അവരുടെ അറിവിലേക്കായിട്ട് ഇന്ന് പറയുകയാണ്, ഇസ്രായേൽ കനാനിലേക്ക് അഥവാ വാഗ്ദത്ത ഭൂമിയിലേക്ക് എത്തുന്നത് വരെ മന്ന പൊഴിഞ്ഞിരുന്നു. കാളക്കുട്ടി ഉണ്ടാക്കിയ സമയത്തും മന്ന പൊഴിഞ്ഞിരുന്നു. അതുപോലെ വഴിയിൽ ഈ പറഞ്ഞ പരീക്ഷകളും ദൈവത്തെ കോപിപ്പിച്ച സമയങ്ങളിലൊക്കെ എല്ലാ ദിവസവും അവർക്ക് പ്രഭാതത്തിൽ മന്ന പെറുക്കാനായിട്ട് സാധിച്ചിരുന്നു. അതൊന്നും ദൈവം നിർത്തിക്കളഞ്ഞില്ല. അങ്ങനെ ഒരു വാക്യമില്ല, അങ്ങനെ ഒരു കാര്യവും നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ തരികയോ അനുവദിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിലൊന്നും പുകഴാൻ നിൽക്കരുതെന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ സാരം. അതിലൊന്നും പുകഴാൻ നിൽക്കരുത്. അപ്പോൾ ഇങ്ങനെ മന്ന ഭക്ഷിക്കുകയും രഫീദീമിലെ വെള്ളം മാത്രമല്ല പിന്നീടൊക്കെ അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത ദൈവം എല്ലാ കാര്യങ്ങളും കരുതി മുൻപോട്ട് വന്നെങ്കിലും അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. അത് കർത്താവിൻ്റെ ദാസൻ പൗലോസ്ലീഹയിലൂടെ എഴുതിയിരിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ. അതൊന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ആ പാറ ക്രിസ്തുവായിരുന്നു, എങ്കിലും അവരുടെ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരുടെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഇടയിലെ ബഹുഭൂരിപക്ഷത്തിൻ്റെ മേലും വലിയവനായ ദൈവം പ്രസാദിച്ചില്ല. ദൈവപ്രസാദം എന്ന് പറയുന്നൊരു വിഷയമാണത്. ദൈവം പ്രസാദിക്കണം. ഇതാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്. ഇതാണ് ഞാൻ തുടക്കം മുതൽ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ, അതിനു മുമ്പ് ഞാനൊരു ഒരു ദൈവവൈതൽ എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ ദൈവപ്രസാദം ലഭിക്കുമാറൊരു ജീവിതം നയിക്കണം. ദൈവപ്രസാദം ലഭിക്കുമാറ്. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുമാർ അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് ഈ പറഞ്ഞ സ്വയപ്രശംസകളോ മറ്റുമുള്ള പല കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. പലതരം കാര്യങ്ങളുണ്ട്. ദൈവത്തെ അവിശ്വസിക്കുക എന്നുള്ളതോ പിറുപിറുക്കുക എന്നുള്ളതോ അങ്ങനെ പല കാര്യങ്ങളും. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ ദൈവപ്രസാദം ലഭിക്കുന്ന കാര്യങ്ങളല്ലാതെ. അതേസമയം നമ്മളൊരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ മുൻപോട്ട് പോകുമ്പോൾ ദൈവികമായ കരുതലുകളൊക്കെ നമ്മുടെ മേലുണ്ടാകും. ഇതെല്ലാം അനുഭവിച്ചവരെ കുറിച്ചാണ് പിന്നീട് വായിച്ചത്. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ലെന്ന്.
അപ്പം എങ്ങനെയും ജീവിച്ചാൽ പോരെന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. എങ്ങനെയും ജീവിച്ചാൽ പോരാ. എങ്ങനെയും ജീവിക്കുന്നവരുടെ മേൽ പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. മിക്ക പേരിലും പ്രസാദിച്ചില്ല. അതേസമയം യോശുവയും കാലേബിനെയും കുറിച്ച് നമ്മൾ എന്താ കാണുന്നത്? ദൈവം പ്രസാദിച്ച 2 ജീവിതങ്ങളാണത്. ദൈവം പ്രസാദിച്ച ജീവിതങ്ങൾ. അതുപോലെ പലരെയും കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല ദൈവം പ്രസാദിച്ച മനുഷ്യരെന്നുള്ളത്. എന്നാൽ ചിലരെ കുറിച്ച് നോക്കിക്കേ, ദൈവം പ്രസാദിച്ചിട്ടില്ല അവരുടെ ജീവിതത്തിൽ. ഹാബേലിൻ്റെ കാര്യത്തിൽ ദൈവം പ്രസാദിച്ചു, പക്ഷെ കയീൻ്റെ കാര്യത്തിലോ ദൈവം പ്രസാദിച്ചില്ല. 2 പേരും ദൈവത്തെ ആരാധിക്കാൻ വന്നതാ, പക്ഷെ ഒരാളുടെ ആരാധനയും സ്വീകരിച്ചില്ല, അവനെയും സ്വീകരിച്ചില്ല, പ്രസാദിച്ചില്ലെന്ന് ചുരുക്കം. അപ്പോൾ അതുപോലെ തന്നെ ഈ കാലയളവിൽ നമ്മളിതെല്ലാം ചേർത്ത് വെച്ച് പഠിക്കേണ്ടവരാണ്. ക്രിസ്തുവിൻ്റെ അതേ പ്രതിമ ധരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. കർത്താവ് യേശു ക്രിസ്തു വന്നത് തന്നെപ്പോലെ ഒരു കൂട്ടം ആളുകളെ ഒരുക്കി തീർക്കുക എന്നുള്ളതാണ്, അല്ലേ? തൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുക എന്നുള്ളതാണ് തൻ്റെ ഉദ്ദേശ ലക്ഷ്യം. അത് ആരെങ്കിലും കമൻ്റ് എഴുതിയതുകൊണ്ടൊന്നും മാറില്ല. ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞെന്നോർത്ത വചനസത്യങ്ങളും ഈ വെളിപ്പാടുകളും ഈ ആഴങ്ങളും ഒന്നും മാറിപ്പോകുന്നില്ല. അതിനുവേണ്ടിയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ അതിനുവേണ്ടിയാണ് ദൈവരാജ്യത്തിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ദൈവരാജ്യത്തിൽ വന്നിരിക്കുന്ന നമ്മൾ ശേഷം മനുഷ്യരെ പോലെ ജീവിക്കാൻ ശ്രമിച്ചാൽ ദൈവപ്രസാദം ലഭിക്കില്ലെന്നുള്ളതാണ് അർത്ഥം. ചിലപ്പോഴൊക്കെ ചിലരെന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശുശ്രൂഷകർ, പാസ്റ്റർമാർ വലിയ വെളിപ്പാടും വലിയ കാര്യങ്ങളിലൊക്കെ ഇരിക്കുന്നു, ദൈവം നിങ്ങളുടെ കൂടെയൊക്കെയാണ്, ദൈവം നിങ്ങളിലൊക്കെ പ്രസാദിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ. സഹോദരങ്ങളെ, നമ്മൾ വേദവസം പഠിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല കാണുന്നത്. വേദപുസ്തകത്തിൻ്റെ പഠനത്തിലേക്കും അതിൻ്റെ ആഴങ്ങളിലേക്കും വരുമ്പോൾ അങ്ങനെയൊന്നും അല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരുടെ മേലും ദൈവം പ്രസാദിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രസാദകരമായൊരു ജീവിതം നമ്മൾ നയിച്ചാൽ എല്ലാവരുടെ മേലും ദൈവം പ്രസാദിക്കും. ശുശ്രൂഷാ ജീവിതം വേറെയാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവവചനം അനുസരിക്കുകയും ദൈവഹിതം മനസ്സിലാക്കിക്കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത് അതിനായിട്ടൊരു ജീവിതം കാഴ്ചവെക്കുകയാണെങ്കിൽ, ആ സമർപ്പിത അനുഭവത്തിലാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മിൽ പ്രസാദിക്കും. ഇപ്പം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ പലപ്പോഴും പരാമർശിച്ചിട്ടുള്ള 2 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, തൻ്റെ 30 വർഷത്തെ ആ ഒരു രഹസ്യ ജീവിതം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ യോർദാൻ്റെ കരയിൽ മുഴങ്ങിയൊരു സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. പിന്നീട് ആ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ ഒടുവിലേക്ക് വരുന്ന സമയത്ത് മറുരൂപമലയിൽ കേൾക്കപ്പെട്ട ശബ്ദമാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിനെന്ന്. അത് ഒടുവിലേക്ക് വരുമ്പോൾ പിന്നീട് കേൾക്കുന്നതാണ്. ആ ഒടുവിലേക്ക് വന്നപ്പോൾ മറുരൂപമലയിൽ കേട്ട കാര്യം ഇപ്പം ഞാൻ പറഞ്ഞതുപോലെയുള്ള കാര്യമായിട്ട് വേണേൽ കണക്ട് ചെയ്യാം. കർത്താവിൻ്റെ 3.5 വർഷക്കാലത്തെ ആ ജീവിതം, ശുശ്രൂഷാ ജീവിതം, അതെല്ലാം കണ്ടിട്ട് പിതാവ് പ്രസാദിച്ചെന്ന് പറഞ്ഞത് ന്യായമായ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പാസ്റ്റർമാരുടെ കാര്യത്തിലൊക്കെ ദൈവം അങ്ങനെ പറയുന്നു എന്നൊക്കെ പറയാം, ഓക്കെ. പക്ഷെ അതിനു മുമ്പ് ഈ യോർദാൻ്റെ കരയിൽ നിൽക്കുമ്പോൾ എന്ത് ശുശ്രൂഷ ചെയ്തിട്ടാണ് കർത്താവ് അവിടെ വരുന്നത്? കർത്താവ് എന്തെങ്കിലും ശുശ്രൂഷ ചെയ്തതായിട്ട് നിങ്ങൾക്ക് അറിയാവോ? അതെന്തെങ്കിലും അത്ഭുതം, അടയാളോ, അല്ലെങ്കിൽ പ്രസംഗം നടത്തിയെന്നോ, അല്ലെങ്കിൽ എന്താ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതായിട്ടൊന്നും നമ്മുടെ മുമ്പിലില്ല. അതെല്ലാം ഒരു ഹിഡൻ പീരീഡാണ്. ആ പീരീഡിൽ താനൊരു തൊഴിൽ ചെയ്തിരുന്നു. തൻ്റെ ആ പിതാവിൻ്റെ കൂട്ടത്തിലൊരു തൊഴിൽ ചെയ്തിരുന്നു. ആ തൊഴിലിൽ താൻ വിശ്വസ്തനായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ ആ കുടുംബത്തിലും താൻ വിശ്വസ്തനായിരുന്നു. താൻ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നു. ന്യായപ്രമാണം പാലിച്ച് അതിനനുസരിച്ച് സ്വന്തം ഇഷ്ടത്തിൽ ഇങ്ങനെ കയറൂരി വിട്ട പോലെ നടക്കുകയല്ലായിരുന്നു. ചോദ്യം ചെയ്യാതെ, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ചോദ്യവും ചെയ്യാതെ, ഒരു കമാൻഡർ മാർച്ച് എന്ന് പറഞ്ഞാൽ പട്ടാളക്കാർ പിന്നെ മാർച്ച് ചെയ്യുക. അപ്പോൾ മുൻപിൽ വലിയ കിടങ്ങ് അല്ലെങ്കിൽ വലിയ കൊക്കയാന്ന് വിചാരിക്കുക. നീ അടുത്ത കാലെടുത്ത് വെച്ചാൽ താഴേക്ക് പോകും. തിരിഞ്ഞ് നിന്നിട്ട് കമാൻഡറോട് പറയുക, ഇനി ഒരു സ്റ്റെപ്പ് വെച്ചാൽ താഴേക്ക് പോകും കേട്ടോ. അങ്ങനെ പട്ടാളക്കാർക്ക് അങ്ങനെ ഒരു സംസാരമില്ല. അത് സംസാരിക്കില്ല. ലവ് റൈറ്റ് മുന്നോട്ട് പോകും. അടുത്ത കാല് നേരെ കുഴിക്കകത്തേക്കാണ്. പിന്നെ വരുന്ന ഒരു 12,000 പേര് ചിലപ്പോൾ കുഴിയിലേക്ക് പോകുമായിരിക്കും. അപ്പോൾ ആ 12,000 പേര് അവിടെ വീണ്ടും ചാകും. അവർ അങ്ങനെ അവിടെ കിടന്നു കഴിയുമ്പോൾ അതൊരു പാലമായി തീരും. അടുത്തവൻ വരുമ്പോൾ അവൻ്റെ മുതുകത്ത് ചവിട്ടിയാണ് ശത്രുവിനെ തേടി യുദ്ധത്തിനുള്ള പോക്ക്. അതാണ് പട്ടാളക്കാരുടെ രീതി. ചോദ്യം ചെയ്യാതെ. നമ്മളങ്ങനെ എന്തൊരു പാട്ടൊക്കെ പാടാറില്ലേ? ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്തിടുവാൻ എന്നൊക്കെ പറഞ്ഞ് അതിനൊരു പാട്ടൊക്കെ ഉണ്ട്. പണ്ടൊക്കെ ആളുകൾ പാടുമായിരുന്നു. ഇപ്പോൾ പാടാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ടൊക്കെ ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ ഒരു ചോദ്യം ചെയ്തില്ല. ഓർക്കണം ആരാണ് താൻ, ആരാണ് ഈ ജോസഫ് മറിയ ആരാണ് എന്നൊക്കെയുള്ളതൊന്ന് ഓർത്താൽ മതി.
അവിടെയാണ് ആ വിധേയത്വം കാണിക്കുന്നത്, ആ അനുസരണം കാണിക്കുന്നത്, ആ സമർപ്പണം കാണിക്കുന്നത്. ഇവിടെ നമ്മൾ മുന്നമേയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ 30 വർഷക്കാലം തൻ്റെ ജീവിതം ഒരു ഹോമയാഗമായിരുന്നു. 30 വർഷക്കാലം ബലിപീഠത്തിലായിരുന്നു. ന്യായപ്രമാണത്തിൻ്റെ ക്രമമനുസരിച്ച് തൻ്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നു, സമർപ്പിതനായിരുന്നു. ആ സമർപ്പിത ജീവിതം കഴിഞ്ഞ് മുൻപോട്ട് വന്നപ്പോഴാണ് യോർദാൻ്റെ കരയിൽ ആ സ്വരം മുഴങ്ങിയത്, ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന്. അപ്പോൾ പാസ്റ്ററോ പ്രവാചകനോ അപ്പോസ്തലനൊന്നും ആകാത്ത പലരും എൻ്റെ മുമ്പിൽ ഇരുന്ന് കേൾക്കുന്നുണ്ടല്ലോ. അവരോടെല്ലാം ഉള്ളൊരു ചലഞ്ചായി പറയുന്നത്, വിശ്വസ്തരായിരിക്കുക. 12-ാം സങ്കീർത്തനം പറയുന്ന പോലെ വിശ്വസ്തന്മാർ കുറഞ്ഞു പോകുന്ന ഈ കാലത്ത് ആ ശേഷിപ്പ്, വിശ്വസ്തരായിരിക്കുക. സിംഹാസനത്തിലേക്ക് നടന്നു കയറേണ്ടവർ, ക്രിസ്തുവിൻ്റെ പ്രതിമ ധരിക്കേണ്ടവർ, കുഞ്ഞാടിൻ്റെ കാന്ത, വിശ്വസ്തരായിരിക്കുക. പൗലോസ് പറയുന്നില്ലേ തിമോഥെയോസിന്റെ ലേഖനത്തിൽ, അവൻ എന്നെ വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് ഈ ശുശ്രൂഷ എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന്. അവൻ എന്നെ വിശ്വസ്തനെന്ന് എണ്ണിയെന്ന്. ആരാ? ഹൃദയങ്ങളെയും നിലവുകളെയും ആരാഞ്ഞറിയുന്നവൻ, സകലത്തിൻ്റെ സൃഷ്ടാവും നിയന്ത്രിതാവുമായവൻ, അവൻ തന്നെ വിശ്വസ്തനെന്ന് എണ്ണിയെന്ന്. വലിയവനായ ദൈവം തൻ്റെ 7 കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആരെയാ വിശ്വസ്തനായിട്ട് കാണാൻ കഴിയുക? കാണാൻ കഴിയില്ല. ആ സമയത്താണ് പറയുന്നത് അവൻ എന്നെ വിശ്വസ്തനെന്ന് എണ്ണിയെന്ന്. അപ്പോൾ എത്രമാത്രം സമർപ്പിതാനുഭവത്തിലായിരുന്നു പൗലോസ് എന്ന് ചിന്തിച്ചു നോക്കുക. ഓക്കെ, അത് ശുശ്രൂഷയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അതിന് മുമ്പ് പറഞ്ഞതിൽ നിൽക്കാം. അതിന് മുമ്പ് പറഞ്ഞ കാര്യത്തിൽ കർത്താവിൻ്റെ ഈ 30 വർഷക്കാലത്തെ ജീവിതം ആ സമർപ്പണാനുഭവത്തിൽ പ്രമാണപ്രകാരം നിലകൊണ്ടപ്പോൾ പുറത്തു വന്നപ്പോൾ കേട്ടത് എന്താ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ തൊഴിൽ മേഖലകളിൽ, ഭവനാന്തരീക്ഷങ്ങളിലൊക്കെ വിശ്വസ്തരായിരുന്നു കഴിഞ്ഞാൽ പിന്നത്തേതിൽ കേൾക്കാൻ പോകുന്നത് എന്തായിരിക്കും? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചെന്ന് പറഞ്ഞതുപോലെ നമ്മിൽ പ്രസാദിക്കുന്നൊരു ദൈവത്തെയാണ് നമ്മൾ പിന്നെ കാണാൻ പോകുന്നത്. നമ്മിൽ പ്രസാദിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ. അതേസമയം വചനത്തെ മറികടന്നുകൊണ്ട് തങ്ങൾക്ക് ബോധിച്ചതുപോലെ ജീവിക്കുക. പാട്ടും പ്രാർത്ഥന അന്യഭാഷയൊക്കെ ഉണ്ട്, അതിനൊന്നും ഒരു കുറവുമില്ല. തങ്ങളുടെ ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ ശേഷം മനുഷ്യരെ പോലെ ജീവിക്കുക. മറ്റ് മനുഷ്യർ ജീവിക്കുന്ന പോലെ. നമ്മുടെ പാറ്റേൺ അവരല്ല. നമുക്ക് തന്നിരിക്കുന്ന പാറ്റേൺ ഏതാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. അതിനോട് ചേർത്ത് വെച്ച് അവൻ്റെ അപ്പസ്തലന്മാരെയാണ് നമുക്ക് കാണാനുള്ളത്. അത് കഴിഞ്ഞിട്ടൊക്കെ ഒത്തിരി വിശ്വസ്തരായവരെ, സഭാപിതാക്കന്മാരെയും അപ്പസ്തോലിക പിതാക്കന്മാരും ഒക്കെ ഉണ്ട് ഒത്തിരി പേര്. നമ്മൾ അങ്ങോട്ടൊന്നും അല്ലെന്നേ ഉറ്റുനോക്കുന്നത്. നമ്മൾ ഉറ്റുനോക്കുന്ന വിശ്വാസത്തിൻ്റെ നായകനിലേക്കാണ്. നമ്മുടെ മോഡൽ അവനാണ്, അവൻ്റെ അപ്പസ്തോലന്മാരാണ്. അവൻ നടന്ന വഴിയിലൂടെയാണ് അവർ നടന്നത്. അതേ പാത നമുക്ക് കാണിച്ചു തരികയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, അങ്ങനെ നടക്കുന്നവരെ ഉറ്റുനോക്കുവിനെന്ന്. അല്ലേ? ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകാപ്രകാരം നടക്കുന്നവരെ ഉറ്റുനോക്കുവിൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഗൗരവമായൊരു വെളിപ്പാടിൻ്റെ മേഖലയിലേക്കാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ആ രഹസ്യ ജീവിതത്തിൻ്റെ ആ കാലഘട്ടത്തിൽ പ്രസാദകരമായൊരു ജീവിതം നയിച്ച് പിതാവിൽ നിന്ന് പ്രശംസ പിടിച്ചു പറ്റി എന്നുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും അത് സാധിക്കുന്ന കാര്യമാണ്. അതിനായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കാര്യത്തിൽ പുകഴ്ന്നുകൊണ്ടോ ഒന്നും പോകരുത്. വചനം വെച്ച് ജീവിതം എക്സാം ചെയ്യണം. വചനം വെച്ച് നമ്മൾ നമ്മുടെ ജീവിതം പരിശോധിക്കണം. എൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണെന്നുള്ളത്. ഇപ്പോൾ ഒരു ദൈവദാസൻ എൻ്റെ അടുക്കൽ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം വേറെ ഒന്നുമല്ല കേട്ടോ, നിസാര ഒരു വാക്കാണ് പറഞ്ഞത്. സൂക്ഷിക്കണം കേട്ടോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. അത് പറഞ്ഞത് ഞാൻ ഇത്രയും സമയമെടുത്ത് മണിക്കൂറുകളെടുത്ത ഒരു മെസ്സേജായിട്ട് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുക. ജാഗ്രതക്കുറവുണ്ടായ കാര്യമാണ് പറയുന്നത്. അങ്ങനെ അല്ലായിരുന്നു വേണ്ടതെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യത്തിലും ദൈവം നമുക്ക് തരുന്നതും കരുതുന്നതുമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ടല്ല നോക്കേണ്ടത്. പകരം വചനം വെച്ച് നോക്കുമ്പോൾ ആ കാര്യങ്ങൾ തിരുത്തണം. മേലാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല. 2000 അല്ല 20,000 പേര് വന്നാലും അവരെ ഒന്നും പ്ലീസ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ വാക്ക് പറയാൻ പാടില്ല. ഒരു ശുശ്രൂഷകൻ ആരെയും രസിപ്പിക്കുന്നതായോ ആരെയും കോരിത്തെരിപ്പിക്കുന്നതായോ വാക്കുകളൊന്നും പറയുക എന്നുള്ളതല്ല ഒരു ശുശ്രൂഷകൻ്റെ ഉത്തരവാദിത്വം. അവൻ വിശ്വസ്തരായിരിക്കണം, അവൻ ദൈവത്തിൻ്റെ നാവായിരിക്കണം. അത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ കടന്ന് മുന്നോട്ട് കടന്നു വന്നത്. ഇപ്പോൾ ഓർക്കണം, ഇസ്രായേൽ മുൻപോട്ട് പോയ സമയത്ത് അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തു. കനാനിൽ എത്തുന്നത് വരെ മന്ന കൊടുത്തു. പക്ഷേ അവരിൽ ദൈവം പ്രസാദിച്ചില്ല. നമ്മുടെ ജീവിതത്തിലും പലതും നമുക്ക് അനുവദിച്ചിട്ടുണ്ടായിരിക്കും, പ്രാർത്ഥനയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ചോദിച്ച പല കാര്യങ്ങളും തന്നിട്ടുണ്ടായിരിക്കാം, അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ ദൈവം പ്രസാദിക്കുന്നൊരു ജീവിതമാണോ?
കാലങ്ങളായി ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ കൂടുതൽ കണക്ക് പറയേണ്ടി വരും. കാരണം ഈ 2 കൊരിന്ത്യർ ലേഖനം 5:14-15 ഒക്കെ എവിടെ ആരാ വായിക്കുന്നത്? എവിടെയെങ്കിലും പ്രസംഗർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപൂർവം പേരേ പറയുന്നുള്ളൂ. ഈ നിത്യത പ്രസംഗിക്കുന്നവർ പോലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാറില്ല. അതേസമയം നമ്മൾ നിരന്തരം ഇവിടെ അങ്ങനത്തെ വാക്യങ്ങളൊക്കെ എടുത്ത് പറയുന്നത് എന്താ? ഈ വാക്യങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ കാണുന്നത് നാം മരിച്ചവരായിരുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു, കൃപയാൽ ഉദ്ധരിക്കപ്പെട്ടവരാണ്, പുകഴാൻ ഒന്നുമില്ലെന്ന്, കുലഹീനരും ബലഹീനരുമായിരുന്നു. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന ഒരു ജഡവും പ്രശംസിക്കാൻ ദൈവം അനുവദിക്കുന്നില്ലെന്ന്. ഒരു ജഡവും പ്രശംസിക്കാൻ അനുവദിക്കുന്നില്ല. ക്രൂശ് മുൻപിലിരിക്കുകയാണ്. നഷ്ടപ്പെട്ട മനുഷ്യരായിരുന്നു നമ്മൾ, കാണാതെ പോയ ആടുകളായിരുന്നു നമ്മൾ. നമ്മെ തേടി വന്നു. നഷ്ടപ്പെട്ട ദ്രഹ്മ എടുത്തതുപോലെ അവൻ നമ്മെ തെരഞ്ഞു കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ അവൻ നമ്മെ തെരഞ്ഞെടുത്തു, അവൻ നമ്മെ വിളിച്ചു, അവൻ നമ്മെ ചേർത്ത് നിർത്തി. ഇതെല്ലാം ഓർക്കുമ്പോൾ നമ്മുടെ ശിഷ്ടമുള്ള ജീവിതം സമർപ്പിത ജീവിതമായിരിക്കണം, എങ്ങനെയുള്ളതായിരിക്കണം എന്നൊക്കെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഗൗരവമായൊരു ജീവിതത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഒരു മുന്നറിയിപ്പും തന്നില്ലേ? ഇതെല്ലാം അനുഭവിച്ച ആളുകളിൽ ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമി തള്ളിയിട്ട് കളഞ്ഞെന്ന്. അത് കേൾക്കുമ്പോൾ നമ്മൾ നടുങ്ങണം. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയെക്കുറിച്ച് ഏറ്റവും ഗൗരവമായി അവൻ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശ് എടുക്കണം എന്നുള്ള വാക്യം. നാൾതോറും ക്രൂശ് എടുക്കണം. അതെല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. എല്ലാവരെ കൊണ്ടും കഴിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ എല്ലാവരെ കൊണ്ടും കഴിയുകയില്ല. കാരണം പലവിധ സമ്മർദ്ദങ്ങളാണ്, പലവിധ സാഹചര്യങ്ങളാണ്. പലരും കോംപ്രമൈസ് ചെയ്തു പോകും. കോംപ്രമൈസ് ചെയ്യുന്നവർ കോംപ്രമൈസ് ചെയ്യട്ടെ. ഞാൻ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, ശേഷിപ്പിന് വേണ്ടി, വാഞ്ചയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വന്നേ. ജഡ്ജസ് ചാപ്റ്റർ 7. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വരുന്ന ഈ ഒരു പീരീഡിൽ ഇസ്രായേൽ ജനത്തെ നടത്തുന്ന ന്യായാധിപന്മാരാണെന്ന് നമുക്കറിയാം. ആ കാലത്ത് യോശുവയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇവരാണ് ഈ ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അവർക്ക് ന്യായാധിപന്മാരില്ലാത്ത ഒരു സമയത്തിലേക്ക് വരികയാണ്. ഇപ്പം ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുകയാണ്, ഗിദെയോനെ തിരഞ്ഞെടുക്കുന്ന സമയമാണത്. ഗിദെയോനെ തിരഞ്ഞെടുത്ത് ഗിദെയോനുമായിട്ടുള്ള സംസാരങ്ങളാണ് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, അല്ലേ? അതെ. ഈ ഒരു സമയത്ത് ഇസ്രായേലിനെ ഞെരുക്കുന്നൊരു കൂട്ടമാണ് മിദ്യാന്യർ എന്ന് പറയുന്നത്. മിദ്യാന്യർ, അമലേക്യർ, അതുപോലെ ഈ ഫാറീസിലുള്ള പല രാജ്യങ്ങൾ, ഈ പറയപ്പെട്ട ആളുകൾ, ഇവരൊക്കെ യോർദാൻ കടന്നു വന്ന് ഇസ്രായേലിനെ ഞെരുക്കുമായിരുന്നു, ഇസ്രായേലിനെ ബുദ്ധിമുട്ടിപ്പിക്കുമായിരുന്നു. അവരുടെ വിളവൊക്കെ കൊയ്തുകൊണ്ട് പോകും. അങ്ങനെയൊക്കെ ശത്രുക്കൾ പാളയമടിക്കുന്ന പല സമയങ്ങളും അവർ കണ്ടുകൊണ്ടിരുന്ന കാലമാണത്. അപ്പോൾ ആ സമയത്താണ് ഗിദെയോനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത്. ഗിദെയോനെ വിളിച്ച് രംഗത്ത് കൊണ്ടുവന്ന് ഇവരുമായിട്ടൊരു യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടുന്നൊരു സമയമാണ് ഈ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ. അതേസമയം 6-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, 6-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അനന്തരം മിദ്യാന്യരും അമലേക്യരും കിഴക്ക് ദേശക്കാരെല്ലാവരും, അതായത് പൗരസ്ത്യ ദേശത്തുള്ളവരെല്ലാവരും ഒരുമിച്ച് കൂടി ഇക്കര കടന്ന് ഇസ്രായേൽ താഴ്വരയിൽ പാളയമിറങ്ങി. അതായത് ജസ്രയേൽ താഴ്വരയിൽ പാളയമിറങ്ങി. അവരിങ്ങനെ വരികയാണ്. 2.5 ഗോത്രക്കാരെയും മറികടന്നു, ഗിലെയാദും മറികടന്ന് മുന്നോട്ട് വരികയാണ്. യോർദാനും കടന്ന് ശമരിയയിലേക്ക് ഏതാണ്ട് കയറി ആ ഒരു ഭാഗത്തേക്ക് വരികയാണ്. അതായത് പിന്നീടാണ് ശമരിയൊക്കെ വന്നത്. ആ ഒരു ഭാഗം മനസ്സിലങ്ങ് ഓർത്താൽ മതി. അങ്ങോട്ട് കയറി വരുന്നൊരു ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ സമയത്ത് ഇവർ പാളയം ഇറങ്ങിയിരിക്കുകയാണ് യുദ്ധത്തിനായിട്ട്. ഇസ്രായേലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടെല്ലാം കൊയ്തുകൊണ്ട് പോകാനും കൊള്ളയടിക്കാനും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അവിടെയാണ് ഗിദെയോനോട് പറയുന്നത് 7-ാം അധ്യായത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ, അനന്തരം ഗിദെയോൻ എന്ന യെരുബ്ബാലും അവനോട് കൂടെയുള്ള ജനമൊക്കെയും അധികാലത്ത് പുറപ്പെട്ട് ഹരോദ് ഉറവിനരികെ പാളയമിറങ്ങി. മിദ്യാന്യരുടെ പാളയമോ അവർക്ക് വടക്ക് മുരേഗ് കുന്നിലിനെ അരികെ താഴ്വരയിലായിരുന്നു. അപ്പോൾ പശ്ചാത്തലം മനസ്സിലാക്കുക. ഈ കുന്നിൻ്റെ അക്കരെ ഇക്കരെ എന്നുള്ള നിലയിൽ 2 കൂട്ടരും പാളയമടിച്ച് നിൽക്കുകയാണല്ലോ. ഏതാണ്ട് യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം. അപ്പോൾ യുദ്ധത്തിനായിട്ട് ആളുകളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ 2-ാം വാക്യത്തിൽ കാണുന്നത്, യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു, എൻ്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എൻ്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കില്ല. അതായത് നിന്നോട് കൂടെയുള്ള ആളുകൾ ഒത്തിരിയാണ്,
ഇവരെയും കൊണ്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളുണ്ട്. അവരവരുടേതായ പ്രശംസയും പുകഴ്ചയൊക്കെ എടുക്കും. ഞാനും കർത്താവും കൂടി ഇന്ന കാര്യമൊക്കെ ചെയ്തെന്നൊക്കെ ചിലപ്പോൾ അടിച്ചുവിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജനം അധികമാകുന്നു. അത് കഴിഞ്ഞിട്ട് 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയാണ്, ആകയാൽ നീ ചെന്ന് ആരെങ്കിലും ഭയവും ഭീരുത്വമുണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. എന്നാൽ ജനത്തിൽ 20,000 പേർ മടങ്ങിപ്പോയി, 10,000 പേർ പിന്നെയും ശേഷിച്ചു. നമുക്കറിയാം 30,000 പേർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ 20,000 പേര് മടങ്ങിപ്പോയി, പിന്നെ 10,000 പേര് ശേഷിക്കുകയാണ്. എന്തോ ഒരു നിസ്സാര കാറ്റടിച്ചെന്നേ തോന്നുന്നത്. എന്തോ ഒരു നിസാര കാറ്റടിപ്പിച്ചു. ആ കാറ്റടിപ്പിച്ചപ്പോഴത്തേക്ക് അവർ പേടിച്ചു പോയി, എല്ലാം ഓടി. ഗ്ലോറി ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരുന്ന, പിന്നെ ഗ്ലോറി ഹല്ലേലൂയ സകല സൂം മീറ്റിങ്ങിലൊക്കെ വരുമായിരുന്നു. ഗ്ലോറി ഹല്ലേലൂയ ഞങ്ങളുടെ സജി പാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തട്ടി വിട്ടുകൊണ്ടിരുന്നതാണ്. എവിടെയോ എന്തോ മൂട്ടിലൊരു ചെറിയ തീയൊന്നുമില്ല, ഒരു പുക വന്നു. ആ പുക വന്നപ്പോൾ പോയ ആൾക്കാർ ഇവിടെ ഉണ്ടോ നോക്കട്ടെ. കുറച്ച് പേരുണ്ട്. ഏതാണ്ട് 20,000 പോയി കഴിഞ്ഞു. ഇനിയൊരു 10,000 മിച്ചമുണ്ട്. ഈ 10,000-ൻ്റെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് യഹോവ പിന്നെയും ഗിദെയോനോട്, ജനം ഇനിയും അധികമാകുന്നു. ഇപ്പം തന്നെ അധികമാകുന്നു. അവരെ വെള്ളത്തെങ്കിലേക്ക് കൊണ്ടുപോക, അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ച് തരാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരണ്ട എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഈ ജനത്തെയൊക്കെ ഗിദെയോൻ വെള്ളത്തെങ്കിലേക്ക് നയിക്കുകയാണ്. അങ്ങനെ വെള്ളത്തെങ്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ 5-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും ഒക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ ഈ വെള്ളത്തിലിറങ്ങി നക്കി കുടിക്കുന്നതിനെക്കുറിച്ചും കോരി കുടിക്കുന്നതിനെക്കുറിച്ചും 2 രീതിയിലുള്ള കാര്യം കാണാം. 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കൈ വായ്ക്ക് വെച്ച് നക്കി കുടിക്കുന്നവർ ആകെ 300 പേരായിരുന്നു. ശേഷം ജനമോ ഒക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു. 7-ാം വാക്യം വായിച്ചേ. യഹോവ ഗിദെയോനോട്, നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാനരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശേഷം ജനമൊക്കെയും താന്താങ്ങളുടെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു. ഈ നക്കി കുടിച്ച 300 പേരെ വെച്ച് ഈ യുദ്ധം ജയിക്കാനായിട്ട് കഴിയുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവിടെ 2 രീതിയിലുള്ള ആളുകളെ നമുക്ക് കാണാം. ഒരു കൂട്ടം ആൾക്കാർ അവിടെ മുട്ടുകുത്തി നിന്ന് ആവോളം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അതേസമയം ഒരു 300 പേര് നക്കി കുടിക്കുന്ന ഒരു കാഴ്ചയെ കാണുന്നത്. ഒരു 300 പേര് നക്കി കുടിക്കുന്ന കാഴ്ച. അപ്പോൾ ഇവിടെ ഈ 2 കൂട്ടം ആൾക്കാർ, ഒരു കൂട്ടം ആൾക്കാർ വെള്ളത്തിൽ മുട്ടുകുത്തി കിടന്നങ്ങ് കുടിക്കുകയാണ്, ഭയങ്കരമായിട്ട് കുടിക്കുകയാണ്, കുടിയാണ്. അതേസമയം ഈ 300 പേരോ അവരല്പം വെള്ളം കൈക്കുമ്പിളി കോരി നക്കി കുടിക്കുകയാണ്. നക്കി കുടിക്കുന്ന ഒരു ചെറിയ കൂട്ടം 300 പേര്. ബാക്കിയുള്ളവരെ കുറിച്ച് എന്തെന്നാ മുന്നമേ പറഞ്ഞിരിക്കുന്നത്? ബാക്കിയുള്ളവരെ കുറിച്ച് മുന്നമേ കർത്താവ് ഗിദെയോന് അരുളപ്പാട് കൊടുത്തിരുന്നു. ഇങ്ങനെ കുടിക്കുന്നവനെ ഞാൻ തിരഞ്ഞെടുക്കുന്നില്ല, ഇങ്ങനെ നക്കി കുടിക്കുന്നവനെ ഞാൻ തിരഞ്ഞെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും അവിടെ ഒരു ടെസ്റ്റാണ് നടന്നത്, ഒരു പരിശോധനയാണ് അല്ലേ? പരിശോധനയ്ക്ക് ഇംഗ്ലീഷിൽ ടെസ്റ്റ് എന്നല്ലേ പറയുന്നത്? അങ്ങനെ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ടെസ്റ്റ് എന്ന് മറ്റോ പറയും. അപ്പോൾ അവിടെ ഒരു ടെസ്റ്റാണ് നടന്നത്. ഇവരാരും അറിഞ്ഞില്ല ടെസ്റ്റ് നടക്കുക എന്നുള്ളത്. ഗിദെയോനോട് നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഗിദെയോന് മനസ്സിലായി അതൊരു ടെസ്റ്റാണെന്നുള്ളത്. ആ ടെസ്റ്റിൽ ഈ 30,000-ൽ ഈ 300 ഒഴിച്ച് ബാക്കിയെല്ലാം പരാജയപ്പെട്ടു പോയിന്നേ. തുടക്കത്തിൽ തന്നെ 20,000 പരാജയപ്പെട്ടു പോയി. അവർ പേടിച്ചോടി. പേടിത്തൊണ്ടന്മാരെന്ന് നമുക്ക് വിളിക്കാം. അവർ പേടിത്തൊണ്ടന്മാരാണ്. ബാക്കി 10,000 കാര്യം മനസ്സിലാക്കാതെ, സഹോദരങ്ങളെ ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാകുള്ളൂ. അതായത് മറുതലക്കിൽ മിദ്യാന്യർ പാളയം അടിച്ച് നിൽക്കുകയാണ്. അവൻ്റെ തീയമ്പൊക്കെ എപ്പോൾ വേണേലും വരാം, യുദ്ധം എപ്പോൾ വേണേലും കനക്കാം, അല്ലെങ്കിൽ ആദ്യത്തെ വെടി പൊട്ടാം. ആ ഒരു സാഹചര്യത്തിലാണ് അതിനു വേണ്ടിയിട്ട് ഇവരെ സജ്ജമാക്കുന്ന നിമിഷങ്ങളാണിത്. ആ സമയത്ത് ആ കാര്യത്തിലേക്ക് ശ്രദ്ധ ഊന്നിക്കൊണ്ട് ഈ ഒരു 300 പേര് ആ സമർപ്പണത്തിൽ നിന്നാണ് ആ വെള്ളം എടുത്ത് നക്കി കുടിക്കുന്നത്. ബാക്കിയുള്ളവരോ ആണ്ട് കിടന്നങ്ങ് കുടിക്കുക. കിട്ടിയതായി പോരട്ടെ എന്നുള്ള രീതിയിൽ. അത്തരക്കാരിലൊന്നും തമ്പുരാൻ പ്രസാദിക്കില്ലെന്നേ. അവിടെ വാക്കിയുണ്ടല്ലോ, ഇവിടെ വാക്കിയുണ്ടല്ലോ, അവരങ്ങനെയാണല്ലോ, അമേരിക്കയിൽ ഇങ്ങനെയാണല്ലോ, ഉഗാണ്ടയിൽ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ വരും. എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോ. പക്ഷെ ഇവിടെ ടെസ്റ്റ് മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ഇസ്രായേലിൻ്റെ കാര്യം ഇത്തിരി മുമ്പ് പറഞ്ഞത്. ഈ മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കി മരുഭൂമിയിലൂടെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ
അവരെയൊക്കെ ദൈവം പരീക്ഷിക്കുകയായിരുന്നു, പരിശോധിക്കുകയായിരുന്നു. അവരിൽ പലരും അറിഞ്ഞില്ല അതൊന്നും. ആ പരിശോധനകളിൽ അവർ പരാജയപ്പെട്ടു പോയി. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവിടെയാണ് യോശുവയും കാലേബും വ്യത്യസ്തരായി വേറിട്ടവരായി നിൽക്കുന്നത്. അവർ നാടോടിയപ്പം നടുവേ ഓടിയവരല്ല. അയ്യോ, അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ഇവിടെ ആരാ, ഇങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ഇവിടെ ആരാ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി പുള്ളിക്കാരന്മാരും ഉണ്ട്. ആ സ്ഥാനത്ത് യോശുവയും കാലേബും വേറിട്ട മനുഷ്യരായിരുന്നു. ബാക്കി എല്ലാവരും ഒരേ ജനസിൽപ്പെട്ടവരായിരുന്നു. അവർ വെള്ളത്തിൽ കിടക്കുകയോ ഇരുന്നോ മലന്നോ എങ്ങനെ വേണേലും കുടിച്ചോളും. ഈ ലോകത്തെ അങ്ങ് ആസ്വദിക്കുകയാണ് അവർ. ഈ 10,000 കാര്യം പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാവോ? അവർ ഈ ലോകത്തെ അങ്ങ് ആസ്വദിക്കുകയാണ്. നമ്മൾ കളിക്കളത്തിലല്ല, അടർക്കളത്തിലാണ് നിൽക്കുന്നത്. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയെ ലോകത്തിൽ നിന്ന് പുറത്തെടുത്തിരിക്കുകയല്ലേ. ആ കാരണത്താൽ ഈ ലോകത്തിൻ്റെ പ്രഭുവായവൻ വെറുതെ ഇരിക്കുകയാണോ? അവൻ പകയ്ക്കും, എല്ലാ നിലകളിലും പകയ്ക്കും, സകല നിലകളിലും പകയ്ക്കും. അവൻ ലോകത്തിൻ്റെ സ്നേഹിതനായി കഴിഞ്ഞാലോ സബാഷ്, എനിക്ക് ബോധിച്ചവനെല്ലാം തരാമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ചിലപ്പോൾ കിട്ടും. അവന് ബോധിച്ചു കഴിഞ്ഞാൽ പലതും അവൻ തരും. അങ്ങനെയൊക്കെ എത്രയോ കോടീശ്വരന്മാരാണ് നമ്മുടെ ചുറ്റുമൊക്കെ ഉള്ളത്. അതേസമയം തങ്ങൾ ഈ ഭൂമിയിൽ ഒരു അല്പകാലം മാത്രമേ ഉള്ളൂ. ഇവിടെ പരദേശികളും. അതേസമയം തങ്ങൾ ഈ ഭൂമിയിൽ അല്പകാലം മാത്രമേ ഉള്ളൂ. ഇവിടെ അന്യരും പരദേശികളുമാണ്, കേവലം യാത്രക്കാരാണ്. ഞങ്ങളുടെ നഗരം ഇവിടെയല്ല, ഇവിടെ നിലനിൽക്കുന്ന ഒരു നഗരം പോലും ഇല്ല. ഇവിടുത്തെ നഗരമൊക്കെ ഇളകുന്ന നഗരമാണ്. ഇവിടുത്തെ രാജ്യം ഇളകുന്നതാണ്. ഞങ്ങൾ ഇളകാത്തൊരു നഗരത്തിന് വേണ്ടി, ഇളകാത്തൊരു രാജ്യത്തിന് വേണ്ടി, പിന്നെ ഒരു ശോധന ചെയ്തൊരു മൂലക്കല്ലിട്ടുകൊണ്ട്, ഒരു അടിസ്ഥാനക്കല്ലിട്ടുകൊണ്ട് ഒരു പണിയുന്ന നഗരത്തിൻ്റെ ഭാഗമാകാൻ വിളിക്കപ്പെട്ടവർ, ഞങ്ങൾ അതിലേക്കായി സഞ്ചരിക്കുന്നവരാണെന്ന് ചിന്തിക്കുന്നത് ഈ ചെറിയ കൂട്ടമാണെന്നേ. ഈ ഒരു ചെറിയ കൂട്ടമാണ്, ഈ നക്കി കുടിക്കുന്ന ഒരു ചെറിയ കൂട്ടമാണ്. കാരണം അവർ അടർക്കളത്തിലാണ്. അവർക്ക് ലോകത്തിൻ്റെ സ്നേഹിതരാകാൻ കഴിയില്ല. ലോകത്തിൻ്റെ സമ്പ്രദായങ്ങളോട് ഇഴചേരുവാനോ അതിനോട് സംബന്ധം കൂടാനൊന്നും അവർക്ക് സാധിക്കില്ല. അവർക്കിങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരവിടെ നിൽക്കും. നീ 2 മണിക്കൂറോടെ പ്രസംഗിച്ചാലും കൊള്ളാം, അവരവിടെ നിൽക്കും. അല്ലാത്തവരെപ്പോൾ സ്ഥലം പെട്ടെന്ന് ചോദിച്ചാൽ മതി. കാരണം ബോറടിക്കും, ഭയങ്കര ബോറിംഗ് ആയിരിക്കും. മറ്റേ പാസ്റ്റർ അങ്ങനെയല്ലല്ലോ പ്രസംഗിക്കുന്നത്. ആ പാസ്റ്റർ, നമ്മുടെ റാന്നിക്കാരൻ പാസ്റ്റർ ഇന്ന് കരയുക, എൻ്റെ കർത്താവേ ഇവരെല്ലാം കോടീശ്വരന്മാരാക്കണേ. അദ്ദേഹത്തിൻ്റെ ആ കരച്ചിൽ കേട്ടിട്ട് എനിക്കിവിടെ കരച്ചിൽ വരിക. ഇവരെല്ലാം കോടീശ്വരന്മാരാക്കണമേ എന്നുള്ള കരച്ചിൽ കേട്ടിട്ട് അത് കേട്ട് അവിടെ നിൽക്കാൻ തോന്നും. കാരണം ആ മനുഷ്യൻ്റെ സ്നേഹവും കമ്പാഷനും അതൊക്കെ മനുഷ്യരെ ആകർഷിക്കും. അതേസമയം ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ? ഇത് കമ്പാഷനുള്ള കാര്യങ്ങളാണോ ഈ പറയുന്നത്? രസിപ്പിക്കുന്നതും കോരിത്തെരിപ്പിക്കുന്നതും കാര്യങ്ങളല്ല ഈ പറയുന്നത്. അല്ല, ഞാൻ ആ 300 പേരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. തിരഞ്ഞെടുപ്പ് പ്രാപിക്കുന്ന എങ്ങനെയുള്ളവരാ? ഇവിടെയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വരുന്നത്. ലൂക്കോസ് 9:23 വായിച്ചിട്ട് കൊരിന്ത്യർ ലേഖനത്തിലേക്ക് അങ്ങ് പോവാം. എന്നിട്ട് ഞാനങ്ങ് അവസാനിപ്പിക്കാം. ലൂക്കോസ് 9:23, ലൂക്ക് 9:23, പ്രസിദ്ധമായ വാക്യം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിശ്ചയിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. തന്നെ ഒരുവൻ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും ക്രൂശ് എടുക്കണം. തന്നെ അനുഗമിക്കുന്നവൻ അവസാനം എത്തിച്ചേരുന്നത് എവിടെയാ? അവൻ എത്തിച്ചേരുന്നത് സിംഹാസനത്തിലാണ്. കർത്താവ് ഇരിക്കുന്നിടത്തേക്കാണ് അവൻ നടന്നു പോകുന്നത്. അപ്പം നടന്നു പോകുന്ന വഴി, ആ വഴിയിൽ ക്രൂശ് എടുക്കണം. തന്നെത്താൻ നിഷേധിക്കുക, തന്നെത്താൻ ത്യജിക്കുക, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളാണ് അവിടെ വരുന്നത്. ഡിനേ യുവർ സെൽഫ് എന്നാണ് കാണുന്നത്. തന്നെത്താൻ ത്യജിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളെയൊക്കെ ബലിപീഠത്തിലേക്ക് വെക്കുകയാണ്. ഈസി അല്ല, എനിക്കും അറിയാം. എന്തായാലും ഇത്രയും പ്രായമൊക്കെ ഉണ്ടല്ലോ എനിക്കും. ഞാൻ ഈ ലോകത്തൊക്കെ ജീവിക്കുന്ന ആൾ തന്നെയാണ്. ഈസി അല്ല ഈ കാര്യങ്ങളൊന്നും. പറയാൻ എളുപ്പമോ പ്രസംഗിക്കാൻ എളുപ്പമാണ്. മെജോറിറ്റിക്കും അവിടെ വരുമ്പോൾ പതറിപ്പോവുകയാണ് പലരും. നല്ല ഉദ്ദേശത്തിലൊക്കെയാണ് മിസ്രൈമിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്. പക്ഷെ മരുഭൂമി വന്നപ്പോൾ എല്ലാം മറന്നുപോയി. എങ്ങോട്ടാ പോകുന്നതെന്നോ എവിടെ നിന്നാണ് വന്നതെന്നോ ഒരു പിടിയില്ല. നാവിഗേഷനൊക്കെ തെറ്റിപ്പോയി. കറണ്ടും പോയി, ഡേറ്റയും നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാം പോയി.
പിന്നെ ഒരു പരിപാടിയും ചലിക്കുന്നില്ലാത്ത രീതിയിലായി. സ്വന്തം ഇഷ്ടത്തിൽ അങ്ങ് പോകാൻ തുടങ്ങി. സ്വന്തം താല്പര്യങ്ങളും പാട്ടും പ്രാർത്ഥനയും കൊണ്ടുപിടിച്ച പ്രാർത്ഥനയാണ് താനും. സകല പാസ്റ്റർമാരുമായിട്ടും ബന്ധമുണ്ട്. പിന്നെ എല്ലാവരുടെ അക്കൗണ്ട് നമ്പറും അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ വാക്യത്തിൻ്റെ പ്രസക്തി എന്താ? ഈ വാക്യത്തിൻ്റെ പ്രസക്തി ബലിപീഠത്തിൻ്റെ അനുഭവമാണ് കാണിക്കുന്നത്. നക്കി കുടിക്കുന്ന 300-ൻ്റെ അനുഭവമാണ് കാണിക്കുന്നത്. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ക്രൂശ് എടുക്കാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ സൗകര്യപൂർവ്വം എല്ലാവരും അത് മറന്നു കളയാണ്. അതിനവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ശുശ്രൂഷകരിൽ 90% അവരതൊന്നും പ്രസംഗിക്കാറുമില്ല, പറയാറുമില്ല. എന്തിനാ മുമ്പിൽ വരുന്ന ജനത്തെ വേദനിപ്പിക്കുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് ഞാൻ ഒരു സീനിയർ പാസ്റ്ററോട്, വളരെ സീനിയറായ ഒരു ബൈബിൾ സ്കൂൾ അധ്യാപകൻ, അവിടുത്തെ പ്രിൻസിപ്പളായിരിക്കുന്ന അദ്ദേഹത്തോട് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോടന്ന് പറഞ്ഞെന്താണെന്നറിയാവോ? 6 ദിവസത്തെ അധ്വാനം കഴിഞ്ഞിട്ട് സഭായോഗത്തിന് വരുന്ന ജനമാണ്. അവരെ ഒന്ന് ആശ്വസിപ്പിച്ച് വിടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? കർത്താവ് തൻ്റെ അടുക്ക വന്നവർക്കൊക്കെ അപ്പവും എല്ലാം കൊടുത്തില്ലേ, മീനോ കൊടുത്തില്ലേ? ആശ്വസിപ്പിച്ചല്ലേ വിട്ടത്? അതേ കർത്താവ് അവരോട് പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവർ സൗകര്യപൂർവ്വം മറന്നു കളയുക. ആ അപ്പം കൊടുത്ത കർത്താവ് തന്നെയല്ലേ പറയുന്നത് നാൾതോറും ക്രൂശ് എടുക്കണമെന്ന്, നുകത്തിൻ കീഴിൽ വരണമെന്നൊക്കെ അതേ കർത്താവ് തന്നെയല്ലേ പറഞ്ഞത്? അത് വേറെ കർത്താവാണോ പറഞ്ഞത്? ഇവരൊരു ഭാഗം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം മീനും കൊടുക്കണമെന്നുള്ളത്. 6 ദിവസം അധ്വാനിച്ചിട്ട് വന്നതാണ്, അവർക്ക് ഇച്ചിരി മീൻ കൊടുക്കട്ടെ, ഒരു ഇച്ചിരി അപ്പം കൊടുക്കട്ടെ എന്നാണ് പറയുന്നത്. അവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പറയണ്ടേ. ഇതാണ് മെജോറിറ്റി ശുശ്രൂഷകളുടെ തലയിലിരിക്കുന്നത്. ഇച്ചിരി മീൻ കൊടുക്കട്ടെ ഞങ്ങൾ. അപ്പോൾ ഈ വിശ്വാസികൾ ഈ മീനും നിന്ന് അതിൻ്റെ ചെതുമ്പലും മാറ്റി അതിൻ്റെ മുള്ളൊക്കെ മാറ്റി 70 ഏറിയാൽ 80 90 അങ്ങനെ അങ്ങ് പരിപാടി അവസാനിച്ചോളും. ഈ അപ്പം നിന്ന് കുറച്ച് മീനും നിന്ന് അങ്ങനെ അങ്ങ് പൊയ്ക്കോളും, പരിപാടി അവസാനിക്കും. അല്ലാതെ കനമേറിയ കാര്യങ്ങളൊന്നും ഇവർ പറയുന്നില്ലെന്നേ. ഇവർ ആ ഒരു രീതിയിലുള്ള ഒരു ഒരുക്കത്തിലേക്ക് ജനത്തെ കൊണ്ടുവരുന്നില്ല. നമ്മൾ എന്ത് പറഞ്ഞ് എങ്ങനെ പോയെന്നറിയാവോ? ക്രിസ്തുവിൻ്റെ പ്രതിമ ധരിക്കാൻ വിളിക്കപ്പെട്ടവരാ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തുടങ്ങിയതാ. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അതേ ജനുസിൽ ഇവിടെ നിന്ന് മാറണം. ആ ഡിവൈൻ ക്യാരക്ടർ നമ്മൾ, ആ ദിവ്യ സ്വഭാവം നമ്മിലേക്ക് വരണം. പിന്നെ ആ ദിവ്യ സ്വഭാവം, ആ മഹിമയുടെ പങ്കാളിത്തത്തിലേക്ക് നമ്മൾ വരണം. തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണം. അതെല്ലാം പ്രാപിച്ച് ഇവിടെ നിന്ന് പോകേണ്ടവരാണ്. അങ്ങനെ പോകാൻ സാധിക്കണമെങ്കിൽ ഈ നാൾതോറും ക്രൂശ് എടുക്കണം. സീരിയസ് ആയ കാര്യമാണ് സഹോദരങ്ങൾ. ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇത്രയും ബാക്ക്ഗ്രൗണ്ടിലൂടെ ഈ 2K സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ വലിച്ചു വാരി ഇട്ടുകൊണ്ട് വന്നത്. ഇതെല്ലാം പറഞ്ഞു കൊണ്ടുവന്നത് എന്തിനാ? ഈ ഒരു കേന്ദ്ര വിഷയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വന്ന് ഞാനങ്ങ് അവസാനിപ്പിക്കുക. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 29, 30, 31 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഞാൻ തന്നെ അങ്ങ് വായിച്ചേക്കാം. എന്നാൽ സഹോദരന്മാരെ, ഇതൊന്നും ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. കാലങ്ങളെക്കുറിച്ചുള്ള പഠനം വരുമ്പോൾ, അതായത് പഴയ നിയമകാലത്ത് മനസാക്ഷി യുഗമുണ്ട്, ന്യായപ്രമാണ യുഗമുണ്ട്, അതെല്ലാം കഴിഞ്ഞു വരുന്ന ഈ കാലം കൃപാകാലം, ഈ കൃപായുഗം അഥവാ അന്ത്യകാലം, ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നൊരു കാലം, കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച കാലം, അതിനെയാണ് അന്ത്യകാലം എന്ന് വിളിക്കുന്നത്. മാളിക മുറി മുതൽ കാഹളം വരെ, അതാണ് അന്ത്യകാലം. ആ പറയപ്പെട്ട കാലം, സൗരന്മാരെ, കാലം ചുരുങ്ങിയിരിക്കുന്നു. ഈ പറയപ്പെട്ട കാലം ചുരുങ്ങിയിരിക്കുകയാണ്. എപ്പോൾ വേണേലും കാഹളം തുനിക്കാം, എപ്പോൾ വേണേലും വരവ് സംഭവിക്കാം. കാലം ചുരുങ്ങിയിരിക്കുന്നു. അയ്യോ, ഇത് പറയുന്നത് എന്നാ? 2000 കൊല്ലം മുമ്പ് എഴുതി വെച്ചിരിക്കുന്നത്. ഏകദേശം 2000 ആയിട്ടില്ല, ഏകദേശം 2000 കൊല്ലത്തിനടുത്തായിരിക്കുന്നു ഇത് എഴുതി വെച്ചിട്ട്. അന്നേ പൗലോസ്ലീഹ പറയാണ് കാലം ചുരുങ്ങിയിരിക്കുന്നു എന്ന്. അപ്പോൾ ഇന്നോ കാലം ഇനി എങ്ങനെയുണ്ട്? കാലം ഒത്തിരി ഒന്നുമില്ല, അങ്ങനത്തെ ഒരു കാലമായത്. അപ്പോൾ അടുത്ത കാര്യം എന്താ? അപ്പോൾ അതിനോട് ചേർത്ത് എന്താ വായിക്കുന്നത്? ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും, കരയുന്നവർ കരയാത്തവരെ പോലെയും, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും, വിലയ്ക്ക് വാങ്ങുന്നവർ കൈവശമാക്കാത്തവരെ പോലെയും, ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. അങ്ങനെയല്ലേ? ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഈ ലോകത്തിൻ്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ. വെള്ളത്തിലേക്ക് ഇറങ്ങി നമുക്ക് വേണമെങ്കിൽ അവിടെ കിടന്നു കുടിക്കാം, ചുമ്മാ കിടന്നു കുടിക്കാൻ മേലെ. പക്ഷെ അവിടെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുകയാണ്.
ആ റെസ്ട്രിക്ഷനെ മാനിച്ചുകൊണ്ട് കൈക്കുമ്പിളി കോരി നക്കി കുടിക്കുന്ന ഒരു ശേഷിപ്പ്, ഒരു ചെറിയ കൂട്ടം, ഒരു 300, ആ 300നെ തെരഞ്ഞുകൊണ്ടുള്ളൊരു സൂം മീറ്റിംഗ് ആണ് കാലങ്ങളായി ഇവിടെ നടക്കുന്നത്. ഇന്ന് 200ാമത്തെ എപ്പിസോഡാണ്. ഒരു 6-7 ആഴ്ചയും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ 4 വർഷം തികയാണ് ഈ മീറ്റിംഗ് ഇവിടെ ആരംഭിച്ചിട്ട്. എത്രയോ പേര് വന്നുപോയി. എന്നാൽ തുടക്കം മുതൽ ഇവിടം വരെ സമർപ്പണത്തോടെ, എന്താ പറയുക, തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ സഹിക്കുന്നവൻ എന്നോടുകൂടെ വാഴുമെന്നൊക്കെ പറഞ്ഞതുപോലെ സഹിച്ചും വഹിച്ചും നിൽക്കുന്ന മനുഷ്യരുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും സാരമില്ല എന്ന നിലയിൽ ചിന്തിക്കുന്നവർ ഇതിനകത്തുണ്ട്. അങ്ങനെ കേട്ടും ആ വചനം ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് ആ ഒരുക്കം പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹമുള്ള മനുഷ്യരെന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഞാൻ തുടക്കത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ, അത് അങ്ങനെ ആ ഒരു ബോധ്യത്തിൽ മുൻപോട്ട് പോകുന്നവരെ കുറിച്ച് സാക്ഷ്യം പറയാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഒരുക്കി തരണം. അങ്ങനത്തെ ഒരു സാഹചര്യം ഒരുക്കി തരണം. അത്ര ഗൗരവമായ വാക്യങ്ങളല്ലേ സ്വർഗം നമ്മളെ മുമ്പിൽ തുറന്നു തന്നത്. ഇവിടെ എന്താ പറഞ്ഞു വരുന്നത്? ലോകത്തെ അനുഭവിക്കുന്നവർ അനുഭവിക്കാത്തവരെ പോലെയും, അതായത് നമുക്കെല്ലാം കുടുംബജീവിതവും എല്ലാ കാര്യങ്ങളും ഉള്ളവരാണ്. അല്ലാതെ വേറെ ചന്ദ്രമണ്ഡലത്തിലുള്ളവരൊന്നും അല്ലല്ലോ നമ്മൾ. ഇതെല്ലാം ഉള്ളിപ്പോൾ തന്നെ തൊഴിലുണ്ട്, കൃഷിയുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, കുടുംബകാര്യങ്ങളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ ഉള്ളിപ്പോൾ തന്നെ എക്സ്ക്യൂസുകളില്ലെന്ന്. ഈ സാഹചര്യത്തിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാൻ കഴിയണം. നമ്മൾ വിശ്വസ്തരായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും പൗലോസ് പറയുന്നുണ്ട് താൻ ആ വിശ്വസ്തതയെക്കുറിച്ച്. അവനെന്നെ വിശ്വസ്തനെന്ന് എണ്ണി ആ ശുശ്രൂഷ തികയ്ക്കണം ഒരാഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വിശ്വാസ ജീവിതം. അത് വിശുദ്ധ ജീവിതമായിട്ട് അവസാനിപ്പിക്കണം. കഴിഞ്ഞ ദിവസം ഞാനൊരു മെസ്സേജ് പറഞ്ഞപ്പോൾ ഇതിൽ കുറച്ച് പേര് അവിടെ വന്ന് കേട്ടിരുന്നു. വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ച് വിശ്വാസത്താൽ മുൻപോട്ട് പോകുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. അങ്ങനെ ആ വിശ്വാസ ജീവിതത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ അതിൻ്റെ അന്തം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ തന്നെ മരിക്കുകയാണ്. അവസാന ശ്വാസം വരെ ലഭിക്കപ്പെട്ട പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ വിശ്വാസത്തിൽ തന്നെ താൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. പൗലോസിൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളും കൂടെ ചേർത്ത് വെച്ചാണ് പറയുന്നത്. അങ്ങനെ മാറ്റപ്പെടുകയാണ്. അബ്രഹാമിനെ കുറിച്ച് അങ്ങനെയാണ് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അവരെല്ലാം വിശ്വാസത്താൽ മരിച്ചു എന്നാണ് കാണുന്നത്. വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ച്, അല്ലേ? ഊരിൽ നിന്ന് അബ്രഹാം വിശ്വാസത്താൽ ഇറങ്ങിത്തിരിച്ചു. പിന്നീടുള്ള ജീവിതം മുഴുവനും വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ആശ്രയമാണ്. കർത്താവിലുള്ള അചഞ്ചലമായ ആശ്രയവും വിശ്വാസവും ആ സമർപ്പണവും അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെയെങ്കിൽ ആ മനസാക്ഷിക്കാരൊക്കെ അങ്ങനെ ജീവിച്ചെങ്കിൽ പുതിയ നിയമ വിശ്വാസികൾ അവരുടെ മുമ്പിൽ ഈ കാര്യങ്ങളെല്ലാം ഇല്ലേ? ഇസ്രായേൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു പരിശോധനയുണ്ടെന്ന് അറിഞ്ഞിട്ടല്ല അവർ മുന്നോട്ട് പോയത്, ആണോ? ഗിദെയോന്റെ കൂട്ടത്തിൽ ഇറങ്ങി വന്ന ഈ 35,000 പേര് ഒരു പരിശോധനയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഓർഡറോ വേണ്ടയോ എന്ന് അവർക്ക് നേരത്തെ പറയാറുന്നവരൊന്നും ഓടില്ലായിരിക്കും, അല്ലേ? 22,000 പേര് അവർ ചിലപ്പോൾ ഒരു 10 പേരെങ്കിലും അവിടെ നിന്നേനെ. വലിയവനായ ദൈവം ഞങ്ങളെ പരിശോധിക്കുകയാണ്. ഒരു ദൈവപ്രസാദം ലഭിക്കേണ്ടതാണ്, ഒരു പുകഴ്ച ലഭിക്കേണ്ടതാണ്. അതിന് പകരം വെറും ജഡികന്മാരുടെ കൂട്ടത്തിലും തോറ്റമ്പിയവരുടെ കൂട്ടത്തിലും 22,000 ഞങ്ങൾ പെട്ടുപോകുമല്ലോ എന്ന് അവർ ഓർക്കില്ലേ? അവർക്കൊന്നും അറിയില്ലായിരുന്നു പരിശോധനയുടെ കാര്യം. പക്ഷെ നമ്മുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ സാക്ഷികളുടെ വലിയൊരു സമൂഹമാണ്. ഇസ്രായേലും പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരെ എല്ലാം ലൈഫ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ദൈവം അവരെല്ലാം പരിശോധിച്ച കാര്യങ്ങളും പരീക്ഷിച്ച കാര്യങ്ങളും ഒക്കെ മുമ്പിലുണ്ട്. തന്നെയല്ല, നമ്മുടെ അപ്പോസ്തലൻ പത്രോസ് തൻ്റെ 1-ാം ലേഖനത്തിൽ തന്നെ മുഖവുരയിൽ തന്നെ പറയുകയാണ്, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ നാനാ പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടി വരും. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതെന്ന് നിങ്ങൾ എണ്ണണം. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവരൊക്കെ നമുക്ക് മുന്നമേ ഈ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. പക്ഷേ നമ്മിൽ ബഹുഭൂരിപക്ഷം പേര് ഇതൊന്നും തിരിച്ചറിയുന്നില്ല. വ്യാജന്മാരുടെയും വഞ്ചകരുടെയൊക്കെ പ്രസംഗം കേട്ട് എത്രയായിരം ആളുകളാണ് പോകുന്നത്. ഭേദാഭേദങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പലതരം ആത്മാക്കളുടെ വ്യാപാരങ്ങളിൽ അടിമപ്പെട്ട് അനേകർ തങ്ങളുടെ ക്രിസ്തീയ ജീവിതം നശിപ്പിച്ചു കളയുക. അത്തരം വഞ്ചനകൾക്കെതിരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത്തരക്കാരെല്ലാം കൂടെ കൊടയും പൊടിയായിട്ട് വരും. അയ്യോ, വിധിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ഇത്ര
എത്ര വലിയൊരു വിളിയാണ് വിളിച്ചിരിക്കുന്നത്. ദൈവപ്രസാദത്തിലേക്കാണ് നടക്കേണ്ടത്. അതിന് വിരുദ്ധമായി പറയുന്ന ഈ ആയുസിൽ മാത്രം പ്രത്യാശയുള്ള കാര്യങ്ങളെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കണം. അത്തരക്കാരുടെ കൂട്ടത്തിലൊക്കെ സഞ്ചരിച്ചാൽ അവരുടെ പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ നിങ്ങൾ 20,000 കൂട്ടത്തിൽ പോലും പെടില്ല. ഗതികെട്ടവരെ പോലെ ആയി പോകും നമ്മൾ. ഗതികെട്ടവരെ പോലെ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നറിയിപ്പുകൾ തരുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു 100 മേനിയും 60 മേനിയും 30 മേനിയെയും കുറിച്ച്. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. ആദ്യഫലം 100 മേനിയാണ് വിളഞ്ഞിരിക്കുന്നത്. ആ ആദ്യഫലത്തോട് ചേർത്ത് വെക്കണമെങ്കിൽ ക്രിസ്തുവിനുള്ളവരെന്ന നിലയിൽ അതേ നിലയിലേക്ക് ഫലം പുറപ്പെടുവിക്കുന്നവരായി അതേ നിലയിലേക്ക് വിളഞ്ഞു വരണം. അതേ നിലയിലേക്ക് ആ വിളവ് നമ്മിൽ നിന്ന് വരണം. അതുപോലെ തന്നെയാണ് ഇന്നും പറഞ്ഞത്. ഇന്നും പറഞ്ഞ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഒത്തിരി പേരിങ്ങ് വരുന്നുണ്ട്. ടെസ്റ്റുകളിൽ പരാജയപ്പെട്ടു പോവുകയാണ് പലരും തിരിച്ചറിയുന്നില്ല യഥാർത്ഥ ക്രിസ്തീയ ജീവിതം, യഥാർത്ഥ ടീച്ചിങ്, ന്യൂ ടെസ്റ്റ്മെന്റ് ടീച്ചിങ് ഒന്നും പലർക്കും മനസ്സിലാകുന്നില്ലെന്നേ. ദൈവത്തിൻ്റെ ഉദ്ദേശവും പദ്ധതിയും എന്നൊക്കെ. പകരം അവർ ലോകത്തിൻ്റെ സ്നേഹിതരാകാൻ ആഗ്രഹിക്കുക. എന്നിട്ട് പാട്ടും പ്രാർത്ഥനയാണ്. ചോദിക്കുമ്പോൾ എന്നാ പറയുന്നത്? കർത്താവ് പ്രാർത്ഥന കേട്ടു. പിന്നെ ഇന്ന് രാവിലെയും കൂടെ മന്ന പൊഴിഞ്ഞാൽ ഞാൻ തിന്നതല്ലേ എന്നായ? ശരിയാ, ഇന്ന് രാവിലെ നിന്നെ വിളിച്ചിറക്കിയതായതുകൊണ്ടാണ് മന്ന തന്നത്. പക്ഷെ നീ വാഗ്ദത്ത ഭൂമിയിൽ എത്തുമോ? നീ വഴിയിൽ ഇങ്ങനെ തിന്ന് അവിടെ അവസാനിക്കുകയല്ലേ ഉള്ളൂ. വഴിയിൽ തിന്ന് അവസാനിക്കാനല്ല വിളിച്ചിരിക്കുന്നത്. വാഗ്ദത്ത ഭൂമിയിലേക്ക് വരണം. അത് കോൺക്വയർ ചെയ്യണം, പോസസ് ചെയ്യണം, പിടിച്ചടക്കണം, അവകാശികളായി മാറണം. അങ്ങനെ സകല നിലയിലും ദൈവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിവർത്തിക്കപ്പെടുവാറ് നമ്മുടെ ജീവിതം ആ സമർപ്പണത്തിലായിരിക്കണം. ആ ഒരു സമർപ്പണാനുഭവത്തിലേക്ക് നമുക്കെല്ലാവർക്കും എത്തിച്ചേരുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.